എടാ ഏറെണ്ണ അല്ല ആദം സൂപ്പർ ബോയാ നിൻ്റെ ഉണ്ണ ഓടാൻ വരെ. എടാ കാർ സെയിലിങ്ങിൻ്റെ ഇടം ഗോൾഡൻ മെക്ലാരൻ വെച്ച് വങ്ങോട്ട് പോണു ചാറ്റേ. മുത്താണിപ്പാപ്പൻ സുത്താണിപ്പാപ്പൻ മുത്താണിപ്പാപ്പൻ സുത്താണിപ്പാപ്പൻ വരപാപ്പ 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 വരപാപ്പ. മയില് വഴി തെറ്റിയായില്ലല്ലോ. ഇല്ലടാ നേരെ കറക്റ്റാണ്. നമ്മൾ ഇങ്ങനെ തെറ്റൊന്നും ഇല്ലടാ വയ്യൊന്നും പോടാ ഉണ്ണേ. എനിക്ക് വഴി തെറ്റാനേ. ഞാൻ GPS ഓണാക്കി പോടാ. അവിടെ ഏതെങ്കിലും അപരാധി അവിടെ അവൻ്റെ വണ്ടിയിലെ ലൈറ്റ് അടിച്ചോണ്ടെങ്കിൽ എനിക്ക് ബഗ്ഗടിക്കും. ഇതൊക്കെ നിങ്ങളത് പരിഹരിക്കണേ CPM. എന്ത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലറാണിത്? ഏതിനയക്കണം അപരാധി ലൈറ്റ് അവൻ്റെ വണ്ടി ലൈറ്റ് ഇട്ടാൽ എനിക്ക് ബഗ്ഗടിക്കും. ഇതൊക്കെ ഏത് ലോകത്ത് നടക്കണത്? ഇതൊക്കെ എന്ത് എടാ ഇടിക്കല്ലേ. ഇടിച്ചതിനെ നോക്കിയോ ഊഹല്ലാതെ കയറിപ്പോടാ ഉണ്ണേ. ഒരു കൂസലുമില്ലാതെ കയറിപ്പോണം എൻ്റെ ഈ വണ്ടി കൊള്ളാല്ലേ. എടാ ഉയ്യോ സെറ്റ് ലോക്ക് അടിക്കണം. ഇന്നലെയാണ് ഒരു വണ്ടി കൊണ്ട് ഇങ്ങോട്ട് കയറിയപ്പം മെക്ലാരൻ ഇതേപോലെ അല്ല മറ്റു മുമ്പിരുന്ന മെക്ലാരനായിട്ട് ഞാൻ കൊണ്ട് വണ്ടി കൊണ്ട് അങ്ങോട്ട് കയറിയപ്പം മയില് ഏതാ കൊണ്ടെൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ ബാഗ് അടിക്കേണ്ടി വന്ന് തിരിച്ചൊന്നും കിട്ടിയില്ല. അവൻ എടുത്തുകൊണ്ട് അങ്ങ് പറഞ്ഞത് എടുത്തുകൊണ്ട് ലോട്ട. എവിടെ എൻ്റെ HP എത്ര 1068 HP എടാ എൻ്റെ 1400 ഞാൻ ഇന്നലെ വന്നപ്പോഴാണ് ഓരോരുത്തന്മാർ 3000 HP ഒക്കെ ഒട്ടേതാണ്. 1521 35 ഞാൻ കുറഞ്ഞ ഓടിക്കാനനുസരിച്ച് കുറയൂ. 98 HP എന്തായാലും സ്പൂണാ അവൻ്റെ കൊള്ളാം കേട്ടോ. അവന് ഇത് കൊള്ളാം അല്ലേ. ഇവിടെ 1977 HP. എടാ നല്ല HP ഉള്ള വണ്ടി വാങ്ങിക്കുന്ന വെച്ചാലും ഒരു ഭയങ്കര പൈസയ്ക്കാണ് പറയണം. ഇന്നലെ 2900 HP ഉള്ളൊരു വണ്ടി ഞാൻ റാഞ്ച് റൂമിൽ കയറിയപ്പം ലൈവിലാതെ കയറിയപ്പോഴാണ് 2900 HP ഉള്ളൊരു വണ്ടി 50 ലക്ഷത്തിന് ഇട്ടേക്കണം. മനസ്സിലായില്ലേ? ഇപ്പോഴേ അത്രയും പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പം ബിസിനസ് പഠിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണ ലെവലിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. കൂടുതൽ വരുമാനത്തിലോട്ട് വരുമാനം കൊണ്ടുവരാൻ ഒറ്റയടിക്ക് ഇരിക്കണ ഇൻകം മൊത്തം എടുത്ത് കൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഇതെന്തിരി വിട്ടേക്കണ FS എന്തിനായി ബൈ മദർ ദ എന്തായാലും ഒട്ടായിട്ട് വെച്ചേക്കണം വൈര്. എടേ വണ്ടിയൊക്കെ സെയിലിൻ്റെ വണ്ടിയൊക്കെ പോയി നോക്കാം. എടാ ഇതിന് വണ്ടി വാങ്ങിക്കുന്ന റൂമാണോ അതല്ല ഒട്ട റൂമാണെന്ന് അറിഞ്ഞോട്ടാ. ചിലത് ഡബിൾ റൂമാണ്ട്രാ കാര്യം പറയല്ലേ. പക്ഷെ ചിലത് അങ്ങനെയല്ല. ചിലത് ഓത്ത സാധനങ്ങളാണ്. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം ആയിരേ ഈ വണ്ടിക്കാ കുഴപ്പമില്ല. പക്ഷെ എനിക്കൊന്നും വേണ്ട. ഇതെനിക്ക് എടുക്കണം. അവൻ ഇട്ടേക്കണം ആ ബണ്ടിൽ. പക്ഷെ അതെടുത്താലും മെയിൽ ബണ്ടിൽ ഇപ്പം എനിക്ക് മെയിലും ബഗ്ഗായി കിടക്കില്ല. അതാണ് കുറച്ച് നല്ല ഫീമെയിൽ ബണ്ടിലും എടുക്കണം. അവിടെ കാര്യം പറയല ചേട്ടേ നല്ല കീടിലെ സാധനങ്ങൾ എടുക്കണം. മൊത്തം കുണ്ണ ശബ്ദങ്ങൾ. എനിക്ക് ഞാൻ നോക്കിയോട്ടെ. പരപാപ്പ ടീം അവനൊക്കെ 98 HP ഓളം 1000 HP. എടാ എനിക്ക് കിങ് റാങ്ക് കയറണം. ഉടച്ചിട്ടെ കാര്യം പറയാല്ലേ. കിങ് റാങ്ക് എനിക്ക് കയറണം. അത് ഞാൻ കയറണം. നോക്കിയൊക്കെ ഞാൻ കയറണം. അതിന് കുറച്ച് കഷ്ടപ്പാടാണ്. കുറച്ച് അധികം നമ്മൾ ഇത് പോയത് 85 കോടി എത്ര 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 85 ലക്ഷം. എൻ്റെ 85 ലക്ഷത്തിനോ വാങ്ങിച്ച. എടാ ഞാൻ കൊണ്ടൊരു വണ്ടി ഇതിൻ്റെ തെറിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല. സീരിയസ്ലി ചാറ്റി 85 ലക്ഷത്തിനൊക്കെ ആ കുണ്ണാൻ വാങ്ങിച്ചേടാ. ഞാൻ ഒരു വണ്ടി കൊണ്ടിട്ട ഒരു കുണ്ണയ്ക്കും വാങ്ങിക്കാൻ വയ്യ. നമ്മുടെ ഇത് എന്താ എടാ ബിസിനസ്സാണ്. ബിസിനസ് എല്ലാം വ്യക്തമായി നമ്മൾ പഠിച്ചെടുക്കണം. മനസ്സിലായില്ലേ?
ഇതേത് ഈ വണ്ടി വണ്ടിയിൽ ഇങ്ങനെ ചേർത്തിട്ട് കാണാൻ കൊള്ളാല്ലേ? അവിടെ എൻ്റെ അവൻ്റെ സെയിം വണ്ടിയാണ്. എൻ്റെ കുറച്ചുകൂടെ ഒരു കടുത്ത മഞ്ഞയല്ലേ? കുഴപ്പമില്ല, ഈ മഞ്ഞ കൊള്ളാം. എടാ വേറൊരു വണ്ടി എടുത്തു വന്നാലേ? എന്ത് പറഞ്ഞു ചാറ്റേ? എടാ ബിസിനസ് ഓർ വാട്ട്? എടാ നിൽക്കേ ചാറ്റ്, ഞാനേ വേറെ റൂമിൽ കയറാം, വേറൊരു വണ്ടിയും കൊണ്ട് വേറെ റൂമിൽ കയറാം, മനസ്സിലായില്ലേ? ഓക്കെ, നല്ല നല്ല എന്തിനാണ് നിൽക്കേ നല്ല പൈസ കുറവിനൊക്കെ ചില വണ്ടി കിട്ടും അവിടെ ചില റൂമിൽ. അതൊക്കെ എന്ന് വെച്ചാൽ അപ്പം വാങ്ങിക്കണം. പിന്നെ അത് അംബാസിഡർ എടുത്തോണ്ട് പോയാലേ? അതിപ്പോൾ വേണ്ട, അത് പിന്നെ എടുക്കാം. ഇത് വേണോ? ഇത് കെൻസോ പണിഞ്ഞൊന്നല്ലേ? ഇതെടുത്തോണ്ടോ? ഇത് സെയിം സാധനം, സെയിം എന്ന് വെച്ചാൽ എപ്പോഴും എടുക്കണം. സെയിം ബട്ട് ഡിഫറെൻറ്റ്. ഇവിടെ ഇംഗ്ലീഷ് ആണ് എപ്പോഴും ഒരുപാട് പേരുള്ളതാകണ്ട. മുത്താണിപ്പാപ്പൻ സ്വത്താണിപ്പാപ്പൻ മുത്താണിപ്പാപ്പൻ. എടാ ഇന്ന് ബിസിനസ്സിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്, മനസ്സിലായില്ലേ? ബിസിനസ് ലേണിംഗ് പ്ലസ് വെനസ്ഡേ ഡേ 2 പ്ലസ് അത് റിവീൽ ചെയ്തല്ലേ, ഗോൾഡൻ മെക്ലാരൻ റിവീലിംഗ്. അത് കഴിഞ്ഞ് ട്രേഡ് അല്ലെ എന്തൊരു ടറേഡാ? കുണ്ണക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് ടറേഡെന്ന്. ടറേഡല്ലടാ, മൊരട് അവരാതി. ടറേഡെന്ന് അവൻ്റെ അച്ഛൻ്റെ. ഐ ഡോണ്ട് വാണ്ട് ടു ഡ്യൂപ്പ് ഡിഫൻഡറിന് ഡ്യൂപ്പാ എന്തോ ഡിഫൻഡറിന് ഡ്യൂപ്പ്. എടാ ഇതിൻ്റെ അകത്ത് ഇവിടെ സ്കാം ലൊട്ട, അത് നോക്കാം കേട്ടാ. ഇതിൻ്റെ അകത്ത് കാറിലൊക്കെയാണ് ചേട്ടാ, ഇല്ലെങ്കിൽ കാര്യം പറയില്ല, ലൊട്ടത്തരം നടക്കും. ഗ്ലാസ് എന്താ ചെറിയൊരു തട്ടുകട്ടിയിലും ഗ്ലാസ് അപ്പോഴത്തേക്ക് സീനാകും. അതാണ് എനിക്ക്. ഓ ഇതെനിക്കും പോലീസാ? ഇത് മറ്റേ ഒരു ഇതെനിക്ക് അത്രയ്ക്കെങ്കിലും ഇതായില്ല, പക്ഷെ വണ്ടി കൊള്ളാം. ഇവിടെ ഇതെന്തോന്ന്? ഓ ഇത് മറ്റേ ബുഗാട്ടില്ല, മറ്റേതാണ്. എടാ ഏവനടാ, ഇത് കണ്ട 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം 80 ലക്ഷം. അവനൊക്കെ ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ചാൽ ഞാനും ഇതേപോലത്തെ ഒരു സെയിം വണ്ടി എടുത്തോണ്ട് 80 ലക്ഷത്തിന് ഇടുക കേട്ടോ, കാര്യം പറയാല്ലേ. പോലീസറാ പോലീസറാ. എടാ ഇന്നാൾ കണ്ടോനല്ലേ സെയിം മറ്റേ സ്റ്റിക്കർ ഇരിക്കാണ്, എന്താ സെയിം സ്റ്റിക്കറാ. എടാ ഇതിൻ്റെ അകത്ത് നല്ല കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. എടാ എന്താ തിരക്കാടാ വണ്ടിയൊക്കെ, ആരും വാങ്ങിക്കാനല്ലോ, പക്ഷെ വാങ്ങിക്കാനല്ല ഇടാനല്ല അങ്ങനെ. ലെക്സസ് പ്രൊജക്റ്റ് കാർ 5 ലക്ഷം 1 10 100 1000 14 ലക്ഷം 5 ലക്ഷത്തിന് വെട്ടിട്ടുണ്ട്. അവിടെ ഇത്ര പെട്ടെന്ന് സെയിലായാ? എടാ എന്ത് നടക്കണേ ഇവിടെ? നമ്മളൊക്കെ സെയിലിന് കൊണ്ടിടണോടാ, ഒരു കുണ്ണ തിരിഞ്ഞു നോക്കൂല. വൈ ബ്രോ? എടാ പോലീസ് വണ്ടി വരണ അവരാതി മോനെ, മാറി നിൽക്കി. ട്രേഡിൻ്റെ ഇടയിൽ നിൻ്റെ ലൊട്ടത്തരം. ഇവൻ ഈ വണ്ടിയിൽ വരണ അവരാതി. ഇവിടെ എനിക്കൊരു പോലീസ് വണ്ടി എടുക്കണം, അല്ലെങ്കിൽ കെൻസോൻ്റെ അടുത്ത് പറയണം, അവൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം, സെറ്റാക്കാൻ നോക്കാം. അവ ഇപ്പോൾ വേണ്ട റൂമിൽ വന്നാൽ എനിക്ക് വണ്ടി ഇതാക്കിയിരുന്ന് എടുക്കാമായിരുന്നു ഇപ്പം തന്നെ. അവ ഇപ്പോൾ എവിടേക്ക് പോയി കിടക്കണം എനിക്കൊരു ഐഡിയ ഇല്ല. സൗണ്ടൊക്കെ ഉണ്ടല്ലോ, സൗണ്ടൊക്കെ ഒരു കുഴപ്പമില്ല ചേട്ടാ, സൗണ്ട് ശ്രദ്ധിക്കണം.
എടാ എന്ത് തിരക്കട, ഞാൻ ഇവിടെ എന്തിരുത് മറ്റേ മീൻ മാർക്കറ്റ് നിൽക്കണ പോലെ. അയ്യോ ഇപ്പോൾ ബൈ ചെയ്തതിനറിയാതെ എനിക്ക് ഊമ്പിയനല്ലേ ആ ബൈ ചെയ്തിരുന്നെങ്കിൽ ഞാൻ. ഈ 60 ലക്ഷം കൊണ്ടിട്ട് അറിയാതെ കയ്യിൽ തട്ടി എൻ്റെ പൈസ മാസങ്ങളായിട്ടുള്ള അധ്വാനം ഊമ്പി പോണം. റിസ്ക് നെഹി ഹോത്താഹേ. 1,25,00,000. എടാ ഇവനൊക്കെ ആ വണ്ടി എന്തിനുണ്ടാ 1,25,00,000? എടാ നിനക്ക് അതും വാങ്ങിച്ചാ? അല്ല വാങ്ങിച്ചായിരിക്കുമല്ലോ ഏട്ടാ. എടാ നിൽക്കുക, ഞാൻ എനിക്ക് ഏതെങ്കിലും ലൊട്ടക്കാർ എടുത്തോണ്ട് വരട്ടെ. ചുമ്മാ എന്തായാലും നിൽക്കല്ലോ, ലൊട്ടക്കാർ ആരെങ്കിലും വാങ്ങൂടെ വാങ്ങിട്ട്. എൻ്റെ വാൻ എവിടെ? വാൻ അന്ന് വിൽക്കാൻ നോക്കിയാണ്, നടന്നില്ല. 15 ലക്ഷത്തിന് ഇപ്പം കൊണ്ടുവരാം. ചുമ്മാ ഒരു പൈസ കൂട്ടിയാൽ കിടാം. ആരെങ്കിലും വാങ്ങൂടെ വാങ്ങിട്ട്. ശരി, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചുമ്മാ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞ പൈസ എനിക്ക് മോഡൊക്കെ ഇതിൻ്റെ അകത്ത് കയറണുണ്ടാ. ഇതിന് മാത്രം പൈസ അവന്മാർ മിക്കവാറും ട്രേഡ് മുന്നേ പഠിച്ച് നിൽക്കണവന്മാരായിരിക്കും കേട്ടോ. അംബാസിഡർ എടുത്തോണ്ട് പോയാലും അംബാസിഡർ വിൽക്കണ്ട, അതിപ്പോൾ വിൽക്കണ്ട. അതെനിക്ക് കുറച്ച് അംബാസിഡർ ഇപ്പോൾ വിൽക്കണ്ട. അംബാസിഡർ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഞാൻ വിൽക്കൂല, അതൊരു ഇതാണ് ഇപ്പോൾ വേണ്ട. എടാ വാൻ്റെ അടുത്ത് ഒന്നുകൂടെ ഇറങ്ങാൻ ചാറ്റ് പറയത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും വാങ്ങിച്ചാൽ മുമ്പ് 15 ലക്ഷത്തിനായിട്ട് ഇപ്പോൾ 25 ലക്ഷത്തിന് ഇടാൻ പോകുന്നു. ആരും വാങ്ങൂ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും 25 ലക്ഷത്തിന് വാങ്ങാൻ ഒന്നുമില്ല. 5 ലക്ഷത്തിനെ വാങ്ങിച്ച വണ്ടിയാണ്. ഞാൻ വളരെ ഓടിച്ച് വർത്തിച്ചൊന്നും ചെയ്തിട്ടില്ല, അകത്ത് വളരെ പണിതിട്ടില്ല. 25 ലക്ഷത്തിന് ആരെങ്കിലും വാങ്ങുവാണ് ചാറ്റേ എനിക്കത് വമ്പം ലാഭമാണ്. 20 ലക്ഷൻ്റെ കയ്യിരിക്കും. വണ്ടിക്ക് ഞാൻ എല്ലാം കൂടെ ചെയ്ത പൈസ എടുത്ത് നോക്കിയാൽ പോലും എനിക്കത് ഭയങ്കര ലാഭമാണ്. 25 ലക്ഷത്തിന് കാര്യം വാങ്ങിച്ചാൽ എന്തായാലും ഇവിടെ കൊണ്ട് ഇടാൻ ആരെങ്കിലും വാങ്ങൂല വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചാറ്റേ. ഞാൻ എന്തായാലും റാൻ്റെ റൂമിലാണ് കയറിക്കണം. ഈ റൂമിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ കാര്യം പറയാം. ഇതിനി ലൊട്ട റൂമാണ്. മറ്റേ ചില റൂമെന്ന് വെച്ചാൽ ആൾക്കാർ വാങ്ങിക്കണം. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇന്ന ട്രേഡ് ആ ഒരു മെൻറ്റാലിറ്റി വന്ന് നിൽക്കണമാരുണ്ട് ചില റൂമിൽ. ചിലന്ന് വെച്ചാൽ ചുമ്മാ മറ്റേ ഈ മാർക്കറ്റിൽ കുണ്ണ നോക്കി പറഞ്ഞ പോലത്തെ ചിലവന്മാരുണ്ടല്ലോ, അതേപോലെയാണ്. ചുമ്മാ വന്ന് നോക്കും എന്നിട്ട് പോവും. അങ്ങനത്തെ ലൊട്ടകളാണ്. ഞാനെന്ന് വെച്ചാൽ ബിസിനസ് പഠിക്കാൻ വന്നവനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കുകയോ ചെയ്യും. ഞാൻ വണ്ടിയൊക്കെ വാങ്ങിച്ച് നല്ല പ്രോഫിറ്റ് കൊണ്ട് വിൽക്കുകയും ചെയ്യും. നീയൊക്കെ ഒരു വീഡിയോ വരാനുണ്ട് കേട്ടോ. വരും ഒരു കാർ 1 ലക്ഷത്തിന് വാങ്ങിച്ച കാർ വമ്പൻ പ്രോഫിറ്റിന് കിട്ടി. 1 ലക്ഷത്തിനല്ല 5,000 രൂപയ്ക്ക് ഒരു കാറ് വാങ്ങിച്ച് വമ്പൻ പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കി. ഇത് നല്ല റൂമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഞാനത് ലോക്ക് ചെയ്തോട്ടെ. ഇതുവരെ എടുത്തുകൊണ്ട് ആളുണ്ട്. ഹോഴ്സ് പവർ 10 ലക്ഷം 50 ലക്ഷം ഈ വണ്ടിക്ക്. ഹോഴ്സ് പവർ 1000ത്തിന് 50 ലക്ഷം ഒന്നും പറ്റില്ല. മൊത്തം 56 ലക്ഷം. ബിയർ ഡൺ റൈറ്റാ. എടാ മൊത്തം 80 ലക്ഷത്തിന് അവനെ കുറച്ച് പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ 80 ലക്ഷത്തിന് വെച്ചാൽ എൻ്റെ ഫുള്ള് വരുമാനം മൊത്തം നിനക്ക് ഇങ്ങനെ എടുത്ത് തരും, മനസ്സിലായില്ലേ? ഫുള്ള് വരുമാനം ഞാൻ ഉള്ളെടുത്ത് നിനക്ക് തന്നെ വരും. ബി എയർ ഡൺ റൈറ്റ്. എടാ എയർ ഡണ്ണൊക്കെ റൈറ്റാണെങ്കിൽ പോലും എൻ്റെ ഫുള്ള് വരുമാനം ഞാൻ നിനക്ക് എങ്ങനെ എടുത്ത് തരാൻ പറ്റും, മനസ്സിലായില്ലേ? എൻ്റെ ഇപ്പോൾ 80 ലക്ഷമുള്ള ഫുള്ള് എടുത്ത് നിനക്ക് തന്നാൽ പിന്നെ ഞാൻ എന്തിന് അത് ഇപ്പം എനിക്ക് പറ്റൂല. ഇപ്പം എനിക്ക് ആ ലെവലിൽ പറ്റൂല. എനിക്ക് ഇപ്പം ഇത് ഞാൻ കൊണ്ട് നിർത്തിയോട്ടെ. ഈ കാറ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാരും വാങ്ങിച്ചില്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാത്രം ചേഞ്ച് ചെയ്തുള്ളൊരു പരിപാടിയുണ്ട്. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം. ഒന്ന് നോക്കട്ടെ. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം. ഓക്കെ, 25 ലക്ഷമല്ലേ തന്നെ. ശരി, 25 ലക്ഷത്തിന് ഈ വാൻ ഇട്ടിട്ടുണ്ട്. ഇത് വാങ്ങണവന് തലയ്ക്കകത്ത് വട്ടാണ്, അല്ലെങ്കിൽ അവന് അത്രയും പൈസ ഉണ്ട്, അതാണ് എൻ്റെ അർത്ഥം. ഒന്നുകൂടെ നോക്കട്ടെ. 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം തന്നെ കറക്റ്റ് തന്നെ. അറിയാതെ തന്നെ കയ്യിൽ തട്ടിട്ട് പോയാൽ തീർന്നു. ചെറിയ കാര്യം പറയില്ല. ഇതൊക്കെ വാങ്ങിക്കണം ആൾക്കാർ. ഇത് വാങ്ങിക്കാനും ആളുണ്ടല്ലേ. അവൻ പൈസ കുറയ്ക്കാൻ പോകണം കേട്ടോ. ഇതൊരു 20 ലക്ഷത്തിനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. 20 ലക്ഷം തന്നെ എന്നെ അത്രയും പറ്റുള്ളൂ. 65 ലക്ഷം മുത്തേ. ഞാൻ എങ്ങനെയാണ് 65 ലക്ഷമൊക്കെ എന്തോ മുത്തേ? എനിക്ക് അവൻ്റെ പേരെന്തൊരു അലപ്പോലെ അവൻ്റെ പേരെനിക്ക് കാണാൻ പറ്റില്ല. എന്തൊരു അവലെന്നാണ്ട് എന്തിനാ ഒരു പേരുണ്ടായിരുന്നല്ലോ. ആൾ എത്ര വരെ ഉള്ള അടിങ്കൊമ്മാളെ. അതാര് അടിങ്കൊമ്മാളെ? അവനായിരുന്നു ഈ അവരാതി എന്ന് പറഞ്ഞൊരുത്തിൻ്റെ അതുണ്ടായിരുന്നില്ല. ഇത് തന്നെ. ബ്രോ ഐ വാണ്ട് ദിസ് കാർ.
അവൻ വാങ്ങിച്ചാ അത്? ബ്രോ 20 ബ്രോ. 10 10 100 10 100 1000 10,000 ലക്ഷം. 2 ലക്ഷം അല്ലേ, കുറച്ചേ പോലെ 20 ലക്ഷം ബ്രോ. 20 ഇത് ബ്രോ. ബ്രോ ഓഫർ ബ്രോ. എടാ 20 ലക്ഷത്തിന് പോരടാ, എനിക്ക് ആ പൈസ ആവശ്യമുണ്ടടാ. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ ചേട്ടാ, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടടാ പൈസ ബ്രോ. ടെൽ സംതിങ്. ഈ കുണ്ണ വായുമ്പൊത്തിരിക്കണവനാണ് കേട്ടോ. 20 തരുമെന്ന് തോന്നല്ല. 1600 HP ഉണ്ടോ? എന്തായാലും ഞാനാണെ പോലും 20 കൊടുക്കൂല. എടാ അവൻ പൈസ പറയട്ടെ, നമുക്ക് സംസാരിക്കാം. എന്ത് നമ്മൾ സംസാരിക്കട്ടെ? 20 പണ്ടാ, 40 ചോദിക്കാം. എടാ ഏസ് ആട്ടോ LLC ബ്രോ. ബ്രോ ബ്രോ ടെൽ സംതിങ് ബ്രോ. ഹൗ മച്ച് ലാസ്റ്റ് പ്രൈസ് അല്ലേ? പൈസ അതിലോട്ട. എടാ ബിസിനസ് പഠിക്കണേ ഉള്ളു. 20 ലക്ഷത്തിന് ചോദിച്ചാൽ അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ചോദിക്കാം, നോക്കട്ടെ നോക്കട്ടെ. ഇതെന്ത് ഇവിടെ ഇങ്ങനെ? ഏസ് ആട്ടോ 5 million ദ ലോവസ്റ്റ് ഓർ ഐ എം കീപ്പിംഗ് ഇറ്റ് ബ്രോ. 5 million ബ്രോ. അവൻ പറഞ്ഞ 1.5 ആണ് ബ്രോ. ക്യാൻ ഓഫർ ബ്രോ 3 or I don't want it. എടാ 3 ചോദിക്കാം. 3 എടാ 3 തരൂ ബ്രോ. I like this bro. I like this but I can only offer you 3. ഒന്ന് കോപ്പി ചെയ്ത് ചെയ്യാത്. റെൻവെബ് 3. എടാ റെൻവെബ് 3.5 റിസീവ്ഡ്. ഇതാര്? ഇതെന്തും പോയിച്ചിപ്പം 3 ആട്ടോ LLC. എനിക്ക് എത്ര രൂപ അയച്ച്? അയ്യോ ഇതേത് കാർ? എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഏത് ഇട്ടേക്കണ. എടാ ഇപ്പം എന്തിനു സംഭവിച്ചാ ബ്രോ? 5 ലക്ഷം എനിക്ക് അയച്ചാരാ? ബ്രോ 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 എടാ എന്താടാ അത്? എടാ 78 ലക്ഷത്തിന് നിന്നാണേ 83 ലക്ഷോടെ ആരാ എനിക്ക് 5 ലക്ഷം കൊണ്ട് അയച്ചിപ്പം? എടാ ബ്രോ ആരാണ്? പെട്ടെന്ന് കാണാൻ പറ്റില്ല. താങ്ക് യു ബ്രോ, താങ്ക് യു കേട്ടാ. എടാ ഈ കാറ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ലൊട്ട എനിക്ക് മിക്കവാറും വിൽക്കൂല കേട്ടോ. എനിക്ക് ഈ കാർ മിക്കവാറും ഞാൻ കിക്ക് ചെയ്ത് കളയും. ഈ കാറിൽ നിന്ന് ഈ ലൊട്ട കിട്ടിയിരുന്ന ഞാൻ എടുത്തേനാ. കാര്യം പറയില്ല, ഈ കാർ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട്. പക്ഷെ 50 ലക്ഷമൊക്കെ ചോദിച്ചാൽ എവിടെ നിന്ന് കൊടുക്കാൻ ഒന്നും പറ്റില്ല. കാര്യം പറയാല്ല, 50 ലക്ഷം എനിക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുണ്ട്, അതിൻ്റെയും കൂടി ഇതാണ്. ഗോഷു V1 ബ്രോ ദാറ്റ് കാർ കോസ്റ്റ് ചീപ്പ് ഇൻ CPM 2 ഷോപ്പ്. എടാ എനിക്കറിയാടാ, ഇത് മനസ്സിലായില്ലേ? എനിക്കറിയാം. എന്നാലും നീ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. ഈ കാർ വലിയ പൈസ എന്തെങ്കിലും എനിക്കറിയാം, പക്ഷേ എനിക്ക് കാർ കണ്ടപ്പോൾ ചെറിയൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതാക്കിയത്. മനസ്സിലായില്ലേ? ചോദിച്ചത്. ദാറ്റ് കാർ ഈസ് നോട്ട് എ വർത്ത് എ മില്യൺ. എനിക്കറിയണം ആ കാറൊക്കെ. ഞാൻ പറ്റില്ല അവിടെ കിടപ്പുണ്ടത്. എൻ്റെ ഈ കാർ ഉണ്ടെന്നാണ് ഞാൻ ഒന്നും ചെയ്തില്ല. ഈ കാറിൻ്റെ ഒന്നുണ്ട്. ഞാൻ പിന്നെ ചുമ്മാ ചോദിച്ചതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ബിസിനസ് പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. പ്ലെയർ സെല്ല് ഈ കാർ ഇതുവരെ ആരും വാങ്ങിച്ചില്ല. ഈ കാർ ഞാൻ എത്ര
ചുമ്മാ ഈ കാറിന് ഒന്ന് കൊണ്ടിട്ടാണ് എത്ര ലക്ഷത്തിന് ആരെങ്കിലും വാങ്ങുന്നു പറഞ്ഞു. ഞാൻ ഇട്ടില്ല. 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം 10 ലക്ഷം ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങണേ വാങ്ങിട്ട്. പത്ത് ലക്ഷത്തിന് വാങ്ങിച്ചാലും എനിക്ക് ലാഭം ഉണ്ടോ ചേട്ടേ? 10 ലക്ഷത്തിന് വാങ്ങിച്ചാൽ പോലും എനിക്ക് ലാഭമാണ്. 5 ലക്ഷം രൂപ ലാഭം കിട്ടും. ഐ എം ലുക്കിംഗ് ഫോർ എ ചൈനീസ് ഗേൾ പ്ലീസ് നീഡ്. എടാ കുണ്ണ ഇതെന്തരാണ്? നീ റൂം കാർ വയ്ക്കാൻ തന്നെ വന്നത്? വേറെ വല്ല എൻ്റെ അടുത്തുനിന്ന് കയറി വന്നു. മയിര് ഞാൻ ഗേൾ ക്യാരക്ടറിന് ഇട്ടും പോയി. മയിരൻ്റെ അടുത്ത് മാറിക്കെട്ട്. ശരിയാവില്ല കേട്ടോ മൈ. ഇവ ലൊട്ടയാണ്. എടാ ഇവൻ പെർവർട്ട് പുണ്ടച്ച് വേണ്ട. മാറിക്കിടങ്ങാട്ട്. എത്ര? 1 കോടി? 10, 100, 1000, 14 ലക്ഷം, 10 ലക്ഷം, കോടി. 1 കോടിയാ പരാതികൾ. 1 കോടി. 1 കോടിക്ക് എന്തിരിക്കണ്ടാ ഇതിൻ്റെ അകത്ത്? ലോട്ടെ കാര്യം. എടാ ചൈനീസിൽ ഏതെങ്കിലും എടുത്തിട്ടേക്കണേ. ചൈനീസിൽ ഇതിൻ്റെ അകത്ത് എടാ ഇതിൻ്റെ അകത്ത് ചൈനീസുകാരന്മാർ വരെ ഉണ്ടറാ. ഞാൻ കാര്യം പറയാല്ലേ, ചൈനീസുകാരന്മാരുണ്ട്. ചെക്ക് ദ കാർ ദാറ്റ് കാർ CPM2 ഷോപ്പ്. എടാ അതെൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊട്ട ഒരു കാറുടെ അതും കൊണ്ടുവന്നാലേ ആ കാറിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞ കാറിൻ്റെ ഒരു ചോപ്പല്ലേ ആ കാർ? ഒറിജിനൽ ആ കാറിൻ്റെ കളർ ചോപ്പാണ്ട്. എനിക്കറിയാം ആ കാറ് ഇവിടെ എവിടെ ഉണ്ടത്. എൻ്റെ ഉണ്ടെന്ന് തോന്നി. എന്നാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാകുന്നു. അതെ ഇതാണ്. ഇതല്ല വേറെ ഏതാന്ന് തോന്നിട്ട്. അതല്ല എടാ എന്ത് എടാ ഇന്ത്യൻ ഡൗൺലോഡ് അല്ലേ മെക്ലാരൻ? അല്ല അത് മറ്റേ എൻ്റെ ആണല്ലേ. മറ്റേ ലൊട്ട കൊണ്ടുവന്ന കാറ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഇല്ലേ. ഇതാണാ കാറ്? ഇതാണാ? ഇതല്ലെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അംബാസിഡർ ഞാൻ ഇപ്പോൾ എടുക്കാനല്ല. അംബാസിഡർ ആണ് ഇത്. ചെക്കൻ പണിഞ്ഞ നാറാണ്. കെൻസോ പണിഞ്ഞ നാറാണ്. ഇതൊന്നും എന്തായാലും വിൽക്കാനില്ല. ഇപ്പം വിൽക്കണേ ഇല്ല. തൽക്കാലത്തേക്ക് ഞാനും പാടില്ല. തൽക്കാലത്തേക്ക് ഞാനെ പറ്റി ചിന്തിക്കണമല്ലോ ഇല്ല. എടാ നിൽക്കേ, ഈ കാറിൻ്റെ കളർ ഞാൻ മാറ്റിക്കോട്ടെ. ഈ കാറിൻ്റെ കളർ ഞാൻ മാറ്റി നിൽക്കേ. ഫുള്ള് ബ്ലാക്ക് ഇട്ട് റിംസും ഒന്ന് ബ്ലാക്ക് ആയിക്കോട്ടെ. ഒരു ഐഡിയ മനസ്സ് വന്നിട്ടുണ്ടേ ചേട്ടാ. ഒരു ഐഡിയ മനസ്സ് വന്നിട്ടുണ്ട്. ഓക്കെ ഇനി ഓക്കെ വെനസ്ഡേ. ഇതിൻ്റെ അകത്ത് മറ്റേ ചെലന്തി കിട്ടൂല. എടാ കിട്ടിയേ മുത്തേ. ഞാൻ ബിസിനസ് പ്ലസ് കസ്റ്റമൈസേഷൻ മോഡിഫിക്കേഷൻ ഇതായിട്ടുണ്ടേ. പരാതി എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ അടിച്ചു വച്ചത് മാറിപ്പോയി. ടൈപ്പ് ചെയ്തലൊട്ട വാക്യം ഇങ്ങനെയാണല്ലേ. ഇത്തിരി ചെറുതായിട്ട് എടാ ഈ അണ്ടി ഇത് ചെറുതായിട്ട് Chat a Wednesday or what? Chat Wednesday or what? Yeah. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ചെലന്തി ഇല്ലല്ലേ. Chat business is too good. Chat money is too good. Chat
ഇനി ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. വെനസ്ഡേ ചെലന്തി എവിടെ? ചെലന്തീനെ കാണാനുണ്ട്. ചെലന്തി വല അഡ്ജസ്റ്റ് ചെയ്യണം ചാറ്റ്. ചാറ്റ് വെനസ്ഡേ ഓർ വാട്ട് ചാറ്റേ? ചേട്ടൻ നിങ്ങൾ കണ്ടല്ലേ ഇതിൻ്റെ അകത്ത് ഞാൻ വലുതായിട്ട് വെനസ്ഡേ ആ ഒരു അണ്ടി എന്താ അണ്ടി തൊട്ട എന്തോ അണ്ടി കയറി വേണം. ഒത്തിരി എടാ പുണ്ണച്ചി ചാറ്റ് നിങ്ങളിപ്പോൾ കണ്ടാൽ ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ വളരെ കുറച്ച് പൈസ ഞാൻ ചിലവാക്കിയിട്ടുള്ളേ. എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒട്ടത്തരോ കാണിച്ച് കസ്റ്റമൈസ് മോഡിഫൈ കൊണ്ടൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. ഈ വണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്ക് വലിയ പൈസ ഒന്നും ആയിട്ടില്ല. ഈ വണ്ടി 30 ലക്ഷത്തിന് ഞാൻ കൊണ്ട് ഇടാൻ പോവാണ്. ആരെങ്കിലും വാങ്ങിച്ചാൽ ടോപ്പ് ലാഭം. കാര്യം പറയാൻ ഇത് വളരെയൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് പേര് വെനസ്ഡേ എന്ന് കടിച്ചു വെച്ച് കണ്ട സ്വന്തമായിട്ട് ചെയ്തതാണ്. മനസ്സിലായല്ലേ? സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇത് ആരെങ്കിലും വാങ്ങിച്ചാൽ ചേട്ടാ ഞാൻ കാര്യം പറയുവാണ്, ഈ വണ്ടി ഏവനെങ്കിലും 30 ലക്ഷത്തിന് വാങ്ങിച്ചു 30 ലക്ഷത്തിന് ഇടാൻ പോകണേ. നോക്കാം ചാറ്റ്, ഏവനെങ്കിലും ഈ വണ്ടി വാങ്ങൂലേ നോക്കാമേ. കറക്റ്റ് എടാ 30 ലക്ഷത്തിന് ഇത് വർത്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് എടാ നോക്കാം കേട്ടാ, നോക്കാം. ഈ വണ്ടിക്ക് വേറെ കേടുപാടൊന്നുമില്ല. പക്ഷേ കുറച്ച് എൻ്റെതായ രീതിയിൽ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതിഷ്ടമുള്ളവരും കാണും. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്തത് ഇഷ്ടമുള്ളവരും കാണും. അത് നോക്കാം, ആരെങ്കിലും വാങ്ങൂലേ നോക്കാം. ഇതൊക്കെ ബിസിനസ് ലേണിംഗ് കൂടെയാണ്. മനസ്സിലായില്ലേ? ഇതേത് ഈ ഉണ്ണ കുറച്ച് പവർ എനിക്ക് ഇഞ്ചിയർ റോക്കട്ട് ഇത് എടാ പോടാ ചെറിയ ഇൻറ്റീരിയറെ കൊള്ളാടാ. ഞാൻ കാരണം ചുമ്മാ ലൊട്ട പറയണല്ലേ, ഇൻറ്റീരിയറെ കൊള്ളാം കണ്ട. ബൂസ്റ്റർ എൻ്റെ ഈ വോയിസ് പവർ ഞാൻ നോക്കിയോട്ടെ. എടാ എന്ത് റേറ്റിംഗ് ബിഗിനിയർന്ന് കാണിക്കണ. എടാ ചാറ്റേ തന്തയില്ലാത്ത ബഗ് ഞാൻ കളഞ്ഞ് പോവും കേട്ടാ. ബിഗിനിയറാടാ. എന്താടാ എനിക്ക് മാത്രം ബഗ് സംഭവിക്കണം ഈ ഗെയിമിൻ്റെ അകത്ത്. വണ്ടിക്ക് പവർ ഒട്ടും ഇല്ല കേട്ടാ. വളരെ 100-ലൊക്കെയാണ് പോണത്. വണ്ടിക്ക് പവർ ഇല്ല, വോയിസ് പവർ ഇല്ലടാ. ഉയ് പോലീസിനടിച്ച് സീനില്ല. ഇത് ആൾക്കാരങ്ങനെ അധികം ഉള്ള റൂമായിട്ട് തോന്നല്ല കേട്ടോ. അതിന് ആൾക്കാരില്ലടാ റൂമിൻ്റെ അകത്ത്. 16 പേരൊക്കെ ഉള്ളു കേട്ടോ. അതിൻ്റെ ഒരു അഭാവമുണ്ട്. വെനസ്ഡേ പ്രൈസ് 50, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം. ഇപ്പോൾ ലക്ഷത്തിന് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മുപ്പത് ലക്ഷത്തിന് വർത്തായിരിക്കൂല. 30 ലക്ഷത്തിന് അത്ര വർത്ത്. 30 ലക്ഷത്തിന് എന്തായാലും വರ್ತല്ലേ ഇത്.
ഞാനാണെങ്കിൽ വണ്ടി 30 ലക്ഷത്തിന് വാങ്ങൂലടാ ചേട്ടേ, കാര്യം പറയാലോ. ഇതാരി എവിടെ നിന്നൊക്കെ പറഞ്ഞു അടയിൽ ആൾക്കാരില്ലടാ ചേട്ടാ. ഇതിൻ്റെ അകത്ത് ആൾക്കാരില്ലാത്തൊരു റൂമാടാ ഞാൻ കയറിയിരിക്കണത്. ഇതിൻ്റെ അകത്ത് ഒരു പരാതിയില്ല. ഞാൻ ഇതാരി എന്നാ അവൻ്റെ ആ ലുക്ക്. എനിക്ക് കുറച്ച് 2-3 ബണ്ടിൽ വാങ്ങിക്കാറുണ്ട്, കാര്യം പറയാല്ലേ. എടാ ഇതൊക്കെ എന്തോന്നാ ഇത്രയും കഷ്ടപ്പെട്ട് മണിഞ്ഞിട്ട് വന്നേക്കണുണ്ടോ ഓരോരുത്തന്മാർ. ഇതൊക്കെ ഡബ്ല്യു അല്ലേ? ഇതേപോലെയൊക്കെ വർക്ക് ചെയ്യാൻ അറിയുന്നവരുണ്ടേ വന്നോ കേട്ടാ. 10 ലക്ഷം 1 കോടിയാ നീ. എടാ എൻ്റെ വണ്ടി ഇതെല്ലാം തുറക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാറിക്കാം. 71 ലക്ഷമോ? 1500 HP 71 ലക്ഷത്തിനൊന്നും പറ്റൂല മുത്തേ. നീ പോയിക്കോ, പോയിട്ട് ഊമ്പിക്കോ നീ. 71 ലക്ഷം ഒരു ഡോമണ്ണൻ്റെ വണ്ടിയല്ലേ? ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ട് പോണുണ്ട്. എൻ്റെ താനിൽ സംസാരിച്ചോ നോക്കട്ടെ. എനിവൺ വാണ്ട് മൈ കാർ എന്ന് വയ്ക്കാം. എനിവൺ വാണ്ട് മൈ കാർ. റിപ്ലൈ നോക്കട്ടെ. ലെറ്റ്സ് ഗോ. 3 മില്യൺ വರ್ತല്ല. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടെ, ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ. അതാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഇത് ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണ. അതാണ് നോക്കട്ടെ. 2 മില്യൺ 2.5 ലാസ്റ്റ്. ഡീൽ ഓർ നോ ഡീൽ. എടാ ഗോഡി. അല്ല അത് ഗോവിന്ദോ അല്ലേ? ഗോവിന്ദോണോ എൻ്റെ അടുത്ത് ചോദിച്ചാ? നോ എന്ന് പറഞ്ഞിട്ടാണ്. ഐ ഡോണ്ട് ഹാവ്. യെസ് എന്നാ. വെയിറ്റ്. ഓക്കെ, ഞാൻ 2.5 എന്തായാലും ഇടാം അല്ലേ കാർന്നപ്പോഴത്തേക്ക്. വാങ്ങിക്കട്ടെ. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. വാങ്ങിക്കണേ അപ്പോഴത്തെ വാങ്ങിച്ചേക്കട്ട്. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ഓക്കെ, 25 ലക്ഷത്തിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. വെയിറ്റ്. ഓക്കെ, മെരിഡോൺ BMW M2 GT 3.4 ട്രേഡ്. എടാ ഞാനേ ഇപ്പോൾ ഒരു ട്രേഡിൽ നിൽക്കുവാണ്. ഒരുത്തൻ എൻ്റെ അടുത്ത് ഞാൻ 3 മില്യനാണ് ഇട്ടത് ഈ വണ്ടി. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് 3 മില്യൺ പറ്റില്ല, 2 ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു 2.5 ഇടാമെന്ന്. അപ്പോൾ ഒരുത്തൻ വെയിറ്റ് എന്നാണ് പറഞ്ഞ് ഇപ്പുണ്ട്. ആദ്യം നോ എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായി. ഇത് ഇഷ്ടമുള്ളവർ ഉണ്ടാ. അവന്മാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടേ അവന്മാർ ഇതിനെ കുറച്ചുകൂടെ വികസിപ്പിച്ച് സെറ്റ് ആയിക്കോളൂ, അങ്ങനെ എനിക്ക് തോന്നണം. നോ ഗോഡി ഐ ഡോണ്ട് ഹാവ്. യെസ് എന്നൊക്കെ ആദ്യം അവൻ പറഞ്ഞ് നോ എന്നാണ്. ഗോഡി ആദ്യം പറയുന്നത് നോ എന്നാണ്, പിന്നെ SS എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. യെസ് ഡിവന് അത് വേറെ അടുത്ത്. ഗോഡി ഐ ഡോണ്ട് ഹാവ്. ബ്രോ വാട്ട് ബ്രോ? ഹൗ മച്ച്?
ഹൗ മച്ച് യു ക്യാൻ ഹൗ മച്ച് ഹൗ ഹൗ മച്ച് മണി യു ലെഫ്റ്റ് ഹൗ മച്ച് മണി യു ലെഫ്റ്റ് അങ്ങനെയല്ലേ? ഹൗ മച്ച് നീ ഈ കുണ്ണക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ കാര്യം ബട്ട് ഇംഗ്ലീഷ് സെറ്റാണ് കേട്ടാ. ഇവിടെ ട്രേഡിന് ഇറങ്ങുമ്പോൾ ഇംഗ്ലീഷ് സെറ്റാണെന്ന് പറയുമ്പോൾ എന്ത് കഷ്ടം. ഐ ഡോണ്ട് ഹാവ് എന്നാണ് ഗോഡ് ഇട്ടേക്കണേ. പേർഷ്യൻ ഗ്ലഫാ അല്ല ഗൾഫ് അതാര്? ലാസ്റ്റ് ഓഫർ ക്യാൻ യു ഗിവ് എനിക്ക് തരാൻ പറ്റുന്നില്ല അങ്ങനെയല്ല. എനിവൺ വാണ്ട് ഇതെന്തൊരു സ്മാള് മാനാ. ഇവനാ സ്മാളായോ അവരറിയാം. എനിവൺ വാണ്ട് ദിസ് കാർ ഫോർ 2.5. ഇതെന്തണ്ടി ടൂവിനിട്ടാലാ? ടൂവിനിട്ടാ ചിലപ്പോൾ വാങ്ങൂ. ടൂവിനിട്ടാ വാങ്ങൂ. എനി ട്രേഡ് i7 എമി ട്രേഡ് i7 ഇവിടെ ടൂവിനിട്ടാ എനിക്ക് നഷ്ടമല്ല. ടൂവിനെണ്ണോ ട്രേഡ് ഓൺലി ഫോർ റോൾസ് റോയ്സ് എന്താ എൻ്റെ കൊഞ്ഞോ ടൂവിനിട്ടാല. ചെറിയ ബഗ്ഗുണ്ട് കേട്ടാ. കാര്യം പറയല ചേട്ടേ, നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എനിക്കിതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം വാങ്ങണ മെൻറ്റാലിറ്റി നിൽക്കണില്ല കേട്ടാ. I tried no trade for Rolls Royce Cullivan. I tried Wuas P1 ബ്രോ. ഞാൻ വില കുറച്ചാലാ? ഞാൻ ഒരു 20 ഇതിപ്പോൾ എത്രയായി? ഒറ്റ 10 100 ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. അവിടെ ട്രേഡ് ആയില്ലേ? ലൊട്ട വകെ ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചാ? എടാ ഞാൻ കാർ കൊണ്ട് വിൽക്കാൻ വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറിപ്പോടാ. ബഗ് അടിച്ചായിരിക്കും കേട്ടോ. ഓക്കെ ബ്രോ, എനിവൺ വാണ്ട് $2 million? ഷഫ്റ്റു നിഗേ എന്തൊരത്? ഞാൻ അഗേ ഇതൊക്കെ ഏത് എന്തൊരു ഭാഷ? ഇതെന്തരോ ഇത്ര 15 ലക്ഷമോ? ഇത് ആൾക്കാർ കുറവുള്ള റൂമാണാ. 18 പേരുണ്ട്. പക്ഷെ എടാ എത്ര പേരുണ്ടെന്നുള്ള ആ ഒരു ഇതല്ലടാ, ആ ഒരു കുറച്ച് സംഭവമുണ്ട്. ആൾക്കാർ വാങ്ങണമെന്ന മെൻറ്റാലിറ്റിക്കണമാരുള്ള ചിലതുണ്ട്. ബ്രോ എനിവൺ
ബ്രോ 1 30 ലക്ഷം 20 ലക്ഷം 15 1 കോടിയാണ് ഇനി അല്ല 15 ലക്ഷം. ഇതെന്തൊരു കാറടാ. കാർ ലോക്കാൻ്റെ ട്രേഡ്സ് ടോട്ടലി വർത്ത് 3000 കോയിൻ. ടോട്ടലി വർത്ത് 3000 കോയിൻ അല്ലേ. 50 ലക്ഷം എന്ന് പറയുമ്പോൾ 50 ലക്ഷം 5 കോടിയാണ് ഇനി. 10 100 1000 10 ലക്ഷം 10 ലക്ഷം. ബ്രോ എടാ കോടിക്കൊക്കെ എങ്ങനെയാടാ നീ 3000 കോയിന് 5 കോടിയാ വർത്താ. ഇന്റീരിയർ നോക്കാൻ പറ്റൂടാ ഇനി അവൻ്റെ ഇന്റീരിയർ കാണാൻ പറ്റണില്ല. അതിൻ്റെ അടുത്ത് ട്വിൻ ടർബോ 6L ഫുൾ. എടാ ഞാൻ എന്തിനാടാ ഇവിടെ ട്രേഡ് പടി ട്രേഡ് ഈ ബിസിനസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വരണം. അതുകൊണ്ട് ജസ്റ്റ് കയ്യിരുന്നൊരു കാർ എടുത്ത് ഇട്ടേണ് 10 ലക്ഷത്തിന്. മനസ്സിലായില്ലേ? ബിസിനസ് മനസ്സിലാക്കാൻ വരും. ബിസിനസ് നല്ല രീതിയിൽ ഇവിടെ ബിസിനസ് ചിലതൊക്കെയാണില്ല. ഇവിടെ ഇടിക്കല്ലേ. ഓഫ് റോഡ് ഹെൽക്യാറ്റ്. ഓഫ് റോഡ് വണ്ടി എടുത്തോണ്ടല്ല എടാ. ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തോണ്ടല്ല എടാ. എൻ്റെ ഒരു ഓഫ് റോഡ് എനിക്ക് ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ. ഒരു നിൽക്കേ മനസ്സിൽ കുറച്ച് ഐഡിയകൾ ഒതുക്കണ്ട ചാറ്റ്. പക്ഷെ ഓഫ് റോഡിന് ഇത് എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് ഇതാണ് എൻ്റെ ഓഫ് റോഡിനുള്ള വണ്ടി. എനിക്ക് പിന്നെ വേറെ വണ്ടിയില്ല ഓഫ് റോഡിന്. അതാണ് ഒരു പ്രശ്നം. ഷാജി പാപ്പൻ്റെ വണ്ടി ഞാൻ വിൽക്കൂല. അത് ഞാൻ വിൽക്കാനില്ല ബ്രോ. ഈ വണ്ടി വിൽക്കാനുള്ള ഇത് വേണ്ടടാ. ഇത് വിൽക്കാൻ എനിക്ക് മനസ്സ് വേണ്ടില്ലേ. ഓക്കെ അത് ഞാൻ വിൽക്കാനില്ല. അംബാസിഡർ ഇതൊക്കെ ഏത് കാറെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. ഞാനത് ഓട്ടിച്ചിട്ട് പോലും ഇല്ല ഇതൊന്നും. വാൻ തന്നെ എടുത്തോണ്ട് പോവാടാ. ഞാൻ എന്തിൽ ഒട്ട കാണിക്കണേ. ഇതിനായിരുന്നു ഇറങ്ങണ്ടത്. വാൻ കുഴപ്പമില്ല. നോക്കാം. വേറെ റൂമിൽ കയറാം. റൂം അല്ലെങ്കിൽ വലിയൊന്നും ഇല്ല. ലൊട്ടത്തരം ഒന്നും നടക്കണില്ല. അവിടെ സംസാരം എന്തിനൊക്കെയാണ് അണ്ടിയും. ഞാൻ നിൽക്കും. എന്തായാലും നോക്കാം. സ്കൂൾ നോക്കാം. എടുത്ത് ബിസിനസ് ഇങ്ങനെ ഓരോന്നിട്ട് മനസ്സിലാക്കി. അച്ഛനില്ലാത്ത ബഗ്. ഈ വണ്ടി സത്യം പറഞ്ഞ് എനിക്ക് 5 ലക്ഷത്തിന് വാങ്ങിച്ചാണ്. ഒരു ഉപയോഗവും ഇല്ല. എനിക്ക് ഇതിൻ്റെ കളർ ഞാൻ മാറ്റിക്കൊണ്ടുവരട്ടെ. ട്രിപ്പ് പോകാനെന്നും പറഞ്ഞ് കെൻസോ ലൊട്ട എന്നെ കൊണ്ട് എടുപ്പിച്ചേണ്ടാ. എന്നിട്ട് ഞാൻ അവസാനം അവനും ഇല്ല, അറബിയില്ല, ക്യാപ്റ്റനും ഇല്ല. ക്യാപ്റ്റൻ പിന്നെ വരാത്തൊരു മൈരനെങ്കിലും വിചാരിക്കാം. മനസ്സിലായില്ലേ? അറബീനെയും കണ്ടില്ല. ക്യാപ്റ്റനെ പിന്നെ വിളിച്ചുകൊണ്ട് വരാം. എന്നാലും അറബീനൊന്നും കാണാൻ പോലും ഇല്ല. ട്രിപ്പും ഗുണമെന്നും പറഞ്ഞിട്ട് ഇതാണ് ലൊട്ടത്തരം ചേട്ടി. ഇതല്ലേ ചേട്ടി ലൊട്ടത്തരം? നിങ്ങൾ പറഞ്ഞേട്ടി ഇത് ലൊട്ടത്തരമല്ലേ ചേട്ടി? ഇത് അണ്ടിത്തരവും. റിംസ് എനിക്ക് റിംസിൻ്റെ കാര്യം ഇപ്പോഴാണ് ഈ പിടി കിട്ടി തുടങ്ങിയത്. റിംസിൻ്റെ കുറച്ച് പരിപാടി എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാര്യം പറയല്ലോ.
ഫുള്ള് ബ്ലാക്ക്. മാറിപ്പോയി. ടയർ ഫുള്ള് ബ്ലാക്ക്. വിൻഡോസ് ഇങ്ങനെയാണല്ലേ അവനൊക്കെ ചെയ്യണ, ചുമ്മാ അല്ല. ഇപ്പം ഇത് കാണാൻ ഒരിത്തിരി എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് ഈ കാറ് കണ്ടപ്പം. ഇപ്പം എനിക്ക് തന്നെ ഈ കാറ് കണ്ടപ്പോൾ ഒരു അഴക് തോന്നുന്നുണ്ട് കേട്ടാ. എനിക്കിപ്പോൾ ഇത് വിൽക്കാൻ ഒരു മനസ്സ് വരണില്ല. എന്ത് സംഭവം എടാ. പക്ഷേ ഈ കാർ ഓടിക്കാൻ ഒരു സുഖമില്ലടാ. അതാണ് ഞാൻ പിന്നെ ഇത്തിരി വിറ്റാലോ എന്ന മൈൻഡ് സെറ്റ് നിൽക്കണ. എനിക്ക് ഇതിൽ ഞാൻ ഒരു കൈക്രൈ ഇവിടെ ചെയ്തൂടെ. എനിക്ക് വലിയ എനിക്ക് മൊത്തത്തിൽ ഒരു 25-30 ലക്ഷത്തിനൊക്കെയാണ് ഇത് വിറ്റേനെ. 30 ലക്ഷത്തിന് മുകളിലാണ് വിൽക്കാൻ കേട്ടോ. കാരണം എനിക്ക് ഇപ്പം കണ്ടപ്പോൾ കുറച്ചങ്ങ് ഇഷ്ടപ്പെട്ട്. പെയിൻറ്റ് പാണ്ട ഉണ്ണൊന്നും വേണ്ട. ആൻറ്റി വേണ്ട, അതിലൊട്ട. അല്ല ഇവനാ ചേട്ടാ സാമ്രാജ്യം ചോട്ട് 6000 രൂപയാണ് ഈ മൈരനാട്ടാ. കാര്യം പറയല്ല, വില കൂടിയ മൈരനാണ്. എടാ ഞാൻ ഇത് പഠിച്ചു വരുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ മറ്റേ എന്താ പറയുക, ഈ ഇങ്ങനത്തെ ഇത് പഠിച്ചു വരുവാണ്. ഈ കസ്റ്റമൈസേഷൻ സാധനങ്ങൾ എനിക്ക് ഇതൊന്നും ഞാൻ വേണ്ട കേട്ടോ. ബ്രോ ഇത് കുറച്ച് ഓക്കെ ആണല്ലേ ഇപ്പം. ഇത് കുറച്ച് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് ഈ അണ്ടി ഞാൻ എടുത്ത് കളഞ്ഞോട്ടെ. എടാ എന്ത് കിട്ടിയടാ. അവരാത് ഇത്തിരി അത് മുകളിലോട്ട്. ഇങ്ങോട്ട് നോക്കട്ടെ. എടാ ഞാൻ എന്ത് ബുദ്ധിമാനടാ. എടാ നിങ്ങളൊക്കെ ലൊട്ടകളെ, ഞാൻ കാര്യം പറയാല്ല. എടാ ഭയങ്കര കിട്ടി. ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട സാധനം കിട്ടിയടാ ചേട്ടേ. സീരിയസ്ലി ഞാൻ ഐക്യു പ്രവർത്തിപ്പിച്ചെൻ്റെ ലൊട്ടത്തരം ഞാൻ കാണിച്ചില്ല. ഞാൻ ഐക്യു എൻ്റെ മുത്തേ ഞാൻ ദി ബെസ്റ്റ് മൊമെൻ്റ് കേട്ടോ ചേട്ടേ. റെഡ് ഫോക്സ് വേണ്ട. ഇതൊക്കെ ഇനി ഒരു വൈറ്റ് എനിക്ക് വേണമായിരുന്നു കേട്ടാ. എനിക്കൊരു ഇതല്ല എനിക്ക് വിൻസിൽ പോവാം. വിൻസിലാണോ എനിക്കൊരു വൈറ്റ് ഫുൾ. എനിക്ക് ഇത് ഇവിടെ ആയിക്കോട്ടെ മൊത്തേ അത് മതി. ഓക്കെ സെറ്റ്. ഉയ്യോ ഇല്ല എനിക്ക് പൂച്ച പൊലയാടി മോനെ. ഇത്തിരി ഇങ്ങോട്ട് നിരക്കി വയ്ക്കണം. അല്ലേ അത് ഇത്തിരി
മുത്തേ കണ്ട നിക്കേ ഇവിടെ കുറച്ചൊരുന്നുണ്ടല്ലേ. ഓക്കെ ബ്രോ എടാ മോഡിഫിക്കേഷൻ അറിഞ്ഞുവിടാത്ത ഒരാള്, വണ്ടി മോഡിഫിക്കേഷൻ അറിഞ്ഞുവിടാത്ത ഒരാളെ വണ്ടി ഞാൻ ഇതുവരെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തില്ല. ഓരോരുത്തന്മാരും ഓരോന്ന് ഇങ്ങനെ വെള്ളം അവിടെ നുള്ളി വെക്കണം, കറുപ്പ് അവിടെ കുണ്ണ വെക്കണം, അങ്ങനെ വെച്ചോണ്ടിരിക്കണമാർ. റെഡ് ഫോക്സ് ബ്രോ അയക്കൂടെ ഇത് കണ്ട ഇപ്പം ഈ കാറ് കണ്ട ആരായാലും ഒന്ന് നോക്കിപ്പോവില്ലേ? നീയൊക്കെ തന്നെ പറ, സത്യസന്ധമായിട്ട് പറ. ക്യാറ്റിൻ്റെ കാറ് ഇവിടെ ഇതിപ്പോൾ കെൻസോ പണിഞ്ഞാണെന്ന് വെച്ചോ. കെൻസോ പണിഞ്ഞെങ്കിൽ അവൻ എനിക്കൊരു 3 ലക്ഷം അല്ലെങ്കിൽ 350 എനിക്ക് ഈ കാർ കൊണ്ടുവരും. ഈ കാറ് പണി എത്ര രൂപയായി? 20,000 വരെ താഴെ, 20,000 വരെ താഴെ. ചേട്ടേ എടാ നീയൊക്കെ എന്നെ കോപ്പി അടിക്കണം ചേട്ടേ. ലൈവിൽ തന്നെ നോക്കി ഇവിടെയൊക്കെ എന്നെ കോപ്പി അടിക്കണം. ഈ ലൈവ് ആണെന്ന് എല്ലാം കോപ്പി അടിക്കേ, ഇവന്മാരെന്നെ കോപ്പി അടിക്കേ ഉറപ്പാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ എടാ ഇതാണ് റെഡ് ഫോക്സ് ബ്രോ. കണ്ട മണിക്കൂറുകൾ ചില കുണ്ണാൾ വേസ്റ്റ് ആക്കണത്. റെഡ് ഫോക്സ് 5 മിനിറ്റ് ചെയ്ത് ഇപ്പം കാർ കണ്ട്, ഈ കാർ കണ്ട് ആരായാലും നോക്കിപ്പോവും. സത്യം ഇതാണ്ട്ര എൻ്റെ കഴിവ്. ഞാൻ കണ്ടാടാ നീ എൻ്റെ കണ്ണ് തുറന്ന് നോക്കട. ഇതാണ്ട്ര എൻ്റെ കഴിവ്. ലൊട്ടകളെ ഒരു കണ്ട അവൻ്റെ നിക്കേ ഓടോ എൻ്റെ അച്ഛൻ്റെ ഈ കാർ ഇത് ഞാൻ വിൽക്കണമെങ്കിൽ അതിന് പ്രത്യേകം പൈസ വരും. നോക്കിയോ ഈ കാർ ചുമ്മാ അവിടെ കൊണ്ടിട്ടേക്ക് എനിക്ക് വിൽക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷേ ഒരു പ്രൈസ് ഒരു കോടി ഞാൻ അവിടെ കൊണ്ടിട്ടേക്കും വാങ്ങൂലായിരുന്നു, എനിക്ക് ഉറപ്പാണ്. കാരണം വെച്ചാൽ 1 കോടിക്കൊന്നും ആരും വാങ്ങൂല. പക്ഷേ എനിക്കിത് വിൽക്കിയപ്പോൾ തോന്നണില്ല. എന്താണെന്ന് എനിക്ക് കാർ ഇഷ്ടപ്പെട്ടാ. ഇപ്പം കാര്യം പറയാൻ എനിക്ക് ഒരു ഇഷ്ടം വന്നു ഈ കാറ്. എനിക്കേ കണ്ടു നിർത്തട്ടെ. എൻ്റെ ഫ്രണ്ടെല്ലാം ഓക്കെയാണ്, സൈഡ് ഓക്കെ, ഫ്രണ്ടിലൊന്നും കുഴപ്പമില്ല. എടാ കണ്ടടച്ചേട്ടേ നിങ്ങൾ ഇവിടെ ഇത്തിരി സൈഡ് ഇത്തിരി ഒട്ടേരിക്കണല്ലേ. ഇതെടുക്കാം സെറ്റാക്കാം. അവിടെയും കൂടെ കുറച്ച് കറുത്ത് വെള്ളയാക്കി വയ്ക്കട്ടെ. വെള്ള ഓർ മറ്റേ കളർ ഇട്ട് പാടാണ്. അത് വെള്ളം വയ്ക്കാം, അതാണ് നല്ലത്. മുത്തേ എൻ്റെ അവൺ വർക്ക് സ്വന്തം കാശി. ഞാൻ പഠിച്ച് നിൻ്റെയൊക്കെ നീയൊക്കെ എടാ ഇവന്മാരി വണ്ടി പണിയണവന്മാര്. എടാ ഞാൻ വെറും ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാണ്, അത് കിട്ടിയാണ്. ഇത് ഡബ്ല്യു അല്ലേടാ ചേട്ടൻ. നിങ്ങൾ സത്യം മനസ്സുകൊണ്ട് പറ, കാര്യം പറയല്ലേ. ലൊട്ട ആ ഒരു ഇതല്ല, മനസ്സിലായില്ലേ? ഞാൻ കാര്യം പറയല്ലേ. ഇനി എനിക്കൊരു സാധനം അവിടെ ചെയ്യാനുണ്ട്. ഈ കളറ് എടാ ഇങ്ങനല്ല, ഇത് ഇത്തിരി ചെറുതാക്കണം. അങ്ങനെ ഇത് ബോൾഡ് പോരെ. ബോൾഡിൽ ആരിയൽ മാറ്റട്ടെ. ആരിയലല്ല എന്തെങ്കിലും ഒട്ടാതെ പറയണം. റെഡ് ബോക്സ് ഓക്കെ ആയാ? ഇതൊന്ന് മാറ്റിവിട്ട് ഓരോ നേരം വെച്ചോക്കാമേ. ഫൈറ്റിനോ വണ്ടി വേണ്ട ടെർമിനേറ്റർ. എടാ എന്ത് തൊട്ടാ വരാത്തത്? എന്തിലൊട്ടയാണ് നിങ്ങൾ ആലോചിക്കണ ശരി? തൊട്ട അവിടെ അച്ഛനില്ലാത്തവനെ ഉണ്ണേ. മറ്റേ തന്നെയാണ് നല്ലേ. ഇല്ല ഇത് ഫോണിൻ്റെ ഒരു മാതിരി.
ആ മയിര് കാര്യം പറയാൻ വലിയ മയിരായി പോയത്. എടാ ഇതെന്ത് ഇല്ല, അത് വേണ്ടത് വേണ്ട. വെള്ളം തന്നെയാണ് നല്ലത്. അങ്ങോട്ട് വയ്ക്കട്ടെ. എത്തി മുകളിലോട്ട് എടേ ഇത് കറക്റ്റ് നേരത്തെ വന്നതാണ്. അപ്പം എന്തിനാണ് എനിക്ക് ഒരു സെക്കൻഡ് അത് സെറ്റ്. പിന്നെ ഇപ്പം സെറ്റ്. എൻ്റെ മറ്റേ ഞാൻ കറക്റ്റ് ടൈപ്പ് ചെയ്ത് തന്നെയാണ്. ആ ലൊട്ട അത് പോയടാ. പെട്ടെന്ന് എന്താ ഒരു ലൊട്ടയൊക്കെ പിടിച്ച് അതൊന്ന് ചേഞ്ച് ചെയ്തോട്ട്. ഗോഡ് ഫാദർ അതണ്ടി അത് വേണ്ട. റെസിപ്റ്റ് ഗോഡ് ഫാദറിൻ്റെ അത് കുഴപ്പമില്ല. വലുതായിട്ട് എഴുതത്തിന് ഇങ്ങോട്ട് ഇതിവിടെ വയ്ക്കാണോ? എടാ ഇതിവിടെ വച്ചപ്പോൾ കുറച്ച് ബോറായടാ. റെഡ് ഫോക്സ് എന്നുള്ള ആ സാധനം ഇവിടെ വച്ചപ്പോൾ ബോറായ. അത് ബോറായടാ ചേട്ടാ. നിങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് അതറിയാമല്ലേ. ഒത്തിരി ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇത്തിരി കുഴപ്പം. അത് ഇനി മുമ്പ് നേരത്തെ വെച്ച് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഒരു ലൊട്ട ഫീൽ ചെയ്യാണ്. കാര്യം പറയാമല്ലോ, എന്താ നേരത്തെ ഓക്കെ ആയിട്ട് തോന്നി. ഇപ്പം എന്തൊരു ഉണ്ണാന്നൊരു ഫീലിംഗ് തോന്നുന്നു. ഓക്കെ അവിയലല്ല എന്തൊരു ഏരിയൽ. ഗോഡ് ഫാദർ ചെയ്യുമ്പോൾ അവസാനത്തെ ഇത് 6x മാത്രം എന്താ ഫോക്സ് x മാത്രം എന്താ ലൊട്ടാക്കുണ്ണാമല്ലോ. ഇതാണ് ഇത്. ഓക്കെ ഫീൽ ചെയ്യണല്ലേ. എടാ ഇതൊരു ഓക്കെ അല്ലേ. അത് വേണമെങ്കിൽ നമുക്ക് ബോറായിട്ട് തോന്നണേ പിന്നെ മാറ്റാം. അതാണ് എനിക്ക് തോന്നണം. മനസ്സിലായില്ലേ? അത് അത്ര ഇത് കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നണം. പക്ഷേ ഇത് പിന്നെ നോക്കാം. ഇത് തൽക്കാലത്തേക്ക് ഇവിടെ കിടന്നോട്ട്. ഇത് അത്രയ്ക്ക് വലിയ ലൊട്ടയല്ല. എന്തായാലും നോക്കാം. നമ്മൾ വർക്ക് ചെയ്തല്ലേടാ. വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഇത് വേണ്ടേ ചാറ്റേ. എടാ ചാറ്റേ, ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഒരു ഉണ്ണേരെ സഹായമില്ല, സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്ത എൻ്റെ വാൻ കണ്ടല്ല. ഈ വാൻ എനിക്ക് വിൽക്കുമ്പോൾ മനസ്സ് തോന്നണില്ല. നോക്കാം എന്തായാലും. നമ്മളിപ്പോൾ ഒരു ഇതിന് പോവാം. എന്തിനാണ് ഒരു റാൻഡ് റൂമിൽ കയറാം. ഈ വാൻ ഒരു 1 കോടിക്ക് ഇട്ടേക്കാം. ആരും വാങ്ങൂല, ഉറപ്പാണ്. ആരും വാങ്ങണ്ട. അത്രയ്ക്ക് തോന്നുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. കാരണം എനിക്കിപ്പോൾ അതങ്ങനെ വിൽക്കാൻ തോന്നില്ല. ജസ്റ്റ് ആ റൂമിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താണെന്ന് 500 രൂപ എനിക്ക് വയ്ക്കാമെന്നുള്ള ഈ വാൻ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ വാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയല്ല. ഞാൻ ചുമ്മാ അത് ആക്കണല്ലേ. എനിക്കിഷ്ടപ്പെട്ട്. ഇങ്ങോട്ട് പോട്ടെ. പണിഞ്ഞെടുത്തപ്പോൾ കണ്ടത് മൊത്തത്തിൽ ആ ഒരു എന്താ പറയുക, ലൊട്ടയല്ല. ഒരിക്കലും ലൊട്ടയല്ലടാ ചേട്ടാ. ഇത് കാര്യം പറയല്ലേ. ഇതേതി കുണ്ണ ഇടിക്കല്ലേ. കാര്യം പറയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കുണ്ണ ഇടിയണേ. സത്യമാണ് സഹിക്കില്ല. മെക്ലാരൻ 720 ട്രേഡ് ഓൺലി മെക്ലാരൻ 720. എൻ്റെ മെക്ലാരൻ 720 ഗോൾഡൻ എഡിഷൻ ഇരിപ്പുണ്ട് കേട്ടാ. നീ പക്ഷെ നിൻ്റെ മറ്റേ 50 ലക്ഷത്തിന് നീ വാങ്ങാം, 60 ലക്ഷത്തിന് നീ കുണയ്ക്കാന്ന് പറഞ്ഞ് വരണമല്ലേ. അതിനൊന്നും നിനക്ക് തരൂല മെക്ലാരി. എടാ അച്ഛനില്ലാത്ത ലാഗെ. ഞാൻ തിരിയാൻ ലാഗ് ചെറിയ ലൊട്ട ലാഗ്. പോട്ടറേ ആള് പോട്ടറേ ടാതിക്കേ.
ഒരു കുഴപ്പമില്ല. ചാറ്റേ ഇതാണ് ബിസിനസ്സേ, കണ്ടോണേ നീ. ഓക്കെ താങ്ക് യു. എന്തേലും ഡീല് കഴിഞ്ഞേ. അവൻ ആരാണ്, അവൻ്റെ വണ്ടി എന്താണ് ഒന്നും എനിക്ക് അറിയണ്ട. $1 അവൻ ഇട്ട് വേണ്ട, $1 അവൻ ഈ വണ്ടി ഇട്ടേ. കണ്ടല്ലോ നിങ്ങൾ. എനിക്ക് ഇറങ്ങണം, റൂമിൽ നിന്ന് ഇറങ്ങണം. ആ വണ്ടി ഞാൻ കാണിച്ചു തരാമേ. $1 ഇട്ട വണ്ടിയാണേ. $1 ഇട്ട വണ്ടിയാണേ. എനിക്ക് തോന്നാം അവൻ എന്തെങ്കിലും സ്ലോട്ടിൻ്റെ അത്യാവശ്യം എന്തെങ്കിലും ലൊട്ട കാരണം വിട്ടേരിക്കേ. എനിക്കത് അറിയണ്ട. ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ആ വണ്ടി ഇരിപ്പുണ്ടേ. അവ $1 ഇട്ട വണ്ടിയാണേ. ഒരേ $1 ഇട്ട വണ്ടിയാണേ. ഈ വണ്ടി ഞാൻ $1 വാങ്ങിച്ചത്. ഇതിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടായി കാണിച്ചു തരാമേ. ഞാൻ എൻ്റെ മറ്റേ വാനെ കൊണ്ടുപോയിട്ട് സെറ്റാകാൻ വിചാരിച്ചാണ്. നമ്മുടെ കൊണ്ടുപോയിട്ട് അതിന് ഇനിയും ടൈമുണ്ട്. വാൻ കുറച്ച് കഴിഞ്ഞ് സെറ്റാക്കാം. വാൻ്റെ കാര്യം കുറച്ച് കഴിഞ്ഞ് പോവാം. എനിക്ക് ഇപ്പം തന്നെ ആ വണ്ടിയിലെ കാര്യം സെറ്റാക്കാൻ പറ്റും. ഇപ്പം തന്നെ $1 വാങ്ങിച്ച വണ്ടി. ഈ വണ്ടിയുടെ ഒറിജിനൽ വില എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ഒറിജിനൽ വില എന്ന് വെച്ചാൽ ഏറ്റവും പൈസ കുറഞ്ഞൊരു വണ്ടിയാണിത്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് തന്നെ എത്ര? 8000 രൂപയാണ്. അപ്പം തന്നെ 7999 രൂപ ലാഭം. പോരാത്തിന് അവൻ കുറേ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തിനും $1 ഇട്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വിറ്റ് കാണിച്ചു തരാം ചേട്ടാ. ഇത് നിങ്ങൾ കണ്ടോ. ഇതാണ് ഇനിയാണ് ഞാൻ കാണാൻ പോകുന്നത് യഥാർത്ഥ ബിസിനസ്. നല്ലൊരു വണ്ടി കിട്ടി, മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് വിറ്റെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒന്ന് നോക്കിയ പോലും അപ്പം തന്നെ പോയി $1 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കണ്ടോ ലോഡാവും. ഇത് ലോഡാവാൻ ടൈം എടുക്കും. ലോഡായി. ലാഗച്ചനില്ലാത്തവൻ. എടാ എന്താണ് ഈ വണ്ടി? ഇപ്പോഴാണ് എൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാട്ടൊന്ന് കണ്ടോടെ. എൻ്റെ ഇൻറ്റീരിയർ എടാ പരനാറി. എടാ ഒരു ഫോട്ടോ എടുക്കണം. ചാറ്റ് പ്രോഫിറ്റ് ഓർ വാട്ടെന്ന് ഇപ്പം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം. നീ കണ്ടോ ചാറ്റെ? പോടയിലൊട്ടെ വണ്ടി എടുത്തോണ്ട് നീക്കുന്നു. അതിന് ടർബോ സൈതം വെച്ചിട്ടുണ്ടോ? എന്നാലും പൊട്ടണ്ടാ. ചെറിയൊരു ഇതുണ്ട് കേട്ടാ. ഇതൊക്കെ എന്തോ ഓക്കെ. 7 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ചേട്ടാ 7 ലക്ഷത്തിന് ഈ വണ്ടി ഇട്ടിട്ടുണ്ടേ. 7 ലക്ഷം അല്ലേ? 70 ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. ഓക്കെ 70 ലക്ഷമോ? ഒറ്റ 10 100 1000 10000 ലക്ഷം. 7 ലക്ഷം തന്നെ. 7 ലക്ഷം അല്ലേ? 70 ലക്ഷം അല്ലേ? 7 ലക്ഷം 7 അടുത്ത് 70 ലക്ഷോടാ കുണ്ണ. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കുണ്ണ. ഞാൻ മാറിപ്പോയി. 70 ലക്ഷത്തിന് ആരും വാങ്ങൂല. മാറിപ്പോയി. ഒറ്റ 10 100 1000 10000 ലക്ഷം. മാറിപ്പോടാ പെട്ടെന്ന്. ഇട്ടപ്പോൾ മാറിപ്പോയാണേ, സോറി. 7 ലക്ഷത്തിന് 7 ലക്ഷത്തിന് എനിക്ക് $1 കിട്ടിയ വണ്ടി ഞാൻ ഇവിടെ 7 ലക്ഷത്തിന് ഇട്ടിട്ടുണ്ട്. നോക്കാമേ. ഈ വണ്ടിയിൽ എന്തായാലും എനിക്ക് നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നണില്ല. വൺ മൈ കാർ. എനിവൺ വൺ മൈ കാർ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ബാക്കി ഇത്ര 50 ലക്ഷത്തിന് 20 ലക്ഷത്തിനൊക്കെ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. നോക്കാമേ. 7 lakh. Anyone want to buy my car?
എടാ ഈ വണ്ടി 7 ലക്ഷത്തിന് എന്തായാലും എനിക്ക് ഇത് വിൽക്കാൻ പറ്റുവാണെന്ന് നോക്കി വെച്ചാൽ കാര്യം പറയല്ലേ. മയിരൻ്റെ വണ്ടിയൊക്കെ പറന്നു പോകുന്നു. അവിടെ ഇങ്ങോട്ടൊരുത്തരും വരണില്ലല്ലോടാ. എടാ ഇവിടെ 7 ലക്ഷം അത്ര വലിയ എനിക്ക് വരട്ടെ. ലെറ്റ്സ് ഗോ ജാറ്റ്. എടാ അവരെ നെഞ്ചത്തോട്ടാടാ വണ്ടി കൊണ്ടിരിക്കണം. എടാ ആരും വാങ്ങണ ഒരു മെൻറ്റാലിറ്റി ഇല്ലടാ. കണ്ട എല്ലാവരും അവിടെ ഇവിടെ നിൽക്കണ്. ആ ഒരു ഇതിലാണ്. എന്താണിത്? എടാ വേറെ റൂമിൽ കയറാം. ഈ റൂമിൽ ലൊട്ടേടാ. വേറെ റൂമിൽ കയറാം. ഇത് ആൾക്കാർ വാങ്ങാൻ ഒരു മനസ്സിലായില്ല. ആ ഒരു മൈൻഡ് സെറ്റ് നിൽക്കുന്ന റൂമല്ല. ആ ഒരു ഇതിൽ നിൽക്കുന്ന റൂമല്ല ഇത്. അങ്ങനത്തെ റൂമിൽ നിന്ന് നമ്മുടെ ടൈം കൂടെ പോകുന്നില്ല. ഒരു ഇതുമില്ല ചേരെ. കാര്യം പറയില്ല. അങ്ങനത്തെ റൂമിൽ നിൽക്കലടാ ചേരെ. അഡ്വൈസാണ്, വേണേ കേട്ടോ. ഇതേ ഈ വണ്ടി ഞാൻ ഒരിക്കലും ഫ്രീ കൊടുത്തല്ലേ. ആ വണ്ടിയൊക്കെ ഞാൻ ചിലപ്പോൾ മിക്കവാറും സെയിലിട്ടിരുന്ന കുറച്ചധികം ലക്ഷം ഉണ്ടാക്കിയത്. അല്ല അത് കുഴപ്പമില്ല. സബ്സ്ക്രൈബറിന് കൊടുത്തില്ല. അത് കുഴപ്പമില്ല. അയ്യോ ഇടിക്കല്ലേ മുത്തേ. വാങ്ങോണ്ട് കൊടുക്കാമല്ലോ. ട്രേഡിന് പോകുമ്പോൾ വണ്ടി ട്രേഡിന് പോകുമ്പോൾ മനസ്സിലായില്ലേ. ഇതിൻ്റെ എടാ ഈ വണ്ടി കുറച്ച് പൊട്ടണടാ. ഇവൻ എന്തൊരു പ്രാന്താണെന്ന് എനിക്ക് വണ്ടി വിറ്റവനെ. $1 ഈ വണ്ടി അവൻ വിറ്റ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്രോ ഇതെന്താ ഞാൻ പറയട്ടെ അതിനെ കൂടുതലായിട്ട്. ഞാൻ ട്രേഡ് ചെയ്യാൻ അടുത്തോട്ട് പെട്ടെന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഒരു 7 ലക്ഷത്തിന് ഈ വണ്ടി ഇട്ടെ. 7 ലക്ഷത്തിന് ആരെങ്കിലും ഈ വണ്ടി വാങ്ങിച്ചാൽ എനിക്ക് 6,99,999 എത്ര രൂപ അത്രയും ഒരു വേണ്ട ലാഭം വരും. മനസ്സിലായില്ലേ? എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ പറയും ഞാൻ ലൊട്ട കള്ളം പറയണം കുണ്ണ പറയണം എന്നൊക്കെ ഞാൻ പറയും. നീ കണ്ടല്ല നീ കണ്ടില്ല ഇതാണെന്ന് പറയില്ല. വണ്ടി ഇത്തിരി കൺട്രോളിങ് എത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അതൊക്കെ വാങ്ങിക്കണോ സെറ്റാക്കട്ട്. എടാ ലാഗ് അടിക്കാനായിട്ട് എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താണ് കാര്യമെന്ന് കേട്ടോ. നിങ്ങൾ എന്താ ലൊട്ട കാര്യം പറയല്ലോ. ഈ വണ്ടി കൺട്രോൾ ചെയ്തിട്ട് പാടാ. എന്താ അങ്ങോട്ടേക്കിട്ട് വളഞ്ഞ് തിരിഞ്ഞ് പോകണം കേട്ടോ. എടാ ലാഗ് വച്ചനില്ലാത്തവനും കൂടെ. ചമ്മരൊന്ന് വണ്ടി മാറ്റി അങ്ങോട്ട് പോവായിരുന്നു. ടെ 10, 100, 1000, 10,000 ലക്ഷം. ചാറ്റേ 7 ലക്ഷത്തിന് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വാങ്ങിച്ചിരിക്കാൻ ഇവിടെ ഒരുപാട് കാർ ട്രെയിൻ കിടപ്പുണ്ട്. ഈ വണ്ടിയെ കണ്ട ഈ കുണ്ണയെ കണ്ട 1,50,00,000 ഇട്ടേക്കണം. ഈ വണ്ടിക്ക് ഞാൻ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബറിന് കൊടുത്ത വണ്ടിയാണ്. ഇതൊന്നും ആരും പോയിട്ട് 1,50,00,000 വാങ്ങല്ലേ. ഇതൊക്കെ അത്ര വറുത്തല്ലോ. 1000 കോയിനുണ്ട്, 1000 എത്ര സംതിങ് കോയിനുണ്ട്. നമുക്കിത് എടുക്കാമെന്നേ ഉള്ളൂ. 1500 അത്രേ. ആരും പോയി അത്രയ്ക്കൊന്നും വാങ്ങില്ല. ഒന്ന് ചേറ്റ് പോലും ഇല്ല കേട്ടോ വണ്ടിയുടെ അകത്ത്. ഇങ്ങനെയുള്ള വണ്ടിയൊന്നും ഒരിക്കലും വാങ്ങില്ല കേട്ടോ. നമ്മളെ ഇതാക്കണേ പറ്റിക്കാനാണ് അതൊക്കെ. ആൾക്കാർ റൂമിൽ 20 പേരുണ്ട്. പക്ഷെ ഒരു ലൊട്ടയ്ക്കും വണ്ടി ചാറ്റ് ചോദിക്കേണ്ടി വരും കേട്ടോ. ഈ അറബിങ്ങായിട്ട് വരണുണ്ട്. അല്ലല്ലോ വന്നില്ല. ഈ കാർ ഞാൻ വിൽക്കും കേട്ടോ. നല്ല ലാഭത്തിന് തന്നെ ഈ കാറേ വിൽക്കും കേട്ടോ. നിങ്ങൾ നോക്കിയോ.
എന്തായാലും നല്ല ചില റൂമുകൾ ഈ റൂമിൻ്റെയും കൂടെ ഇതാണ് ഒട്ടകൾ വാങ്ങാത്ത. വാണ്ടാണ്, വാട്ടല്ല ലോട്ട. ടെൽമി ടു കാർ F40 ഓപ്പൺ റൈഡ്. സോറി മേറ്റ് നോ. ഓ ബ്രോ സോറി മേറ്റ് നോ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ കുറവാണ് കണ്ട. എല്ലാം സിറ്റിയിലൊക്കെ ഒന്നാൾ അങ്ങാട്ടിങ്ങോട്ട് കയറി കിടക്കണം കേട്ടോ. ഇവിടെ ഇതൊക്കെ ആരും അവരാതി. ഈ 1.5 കോടിക്കൊക്കെ ഈ കാർ ഒന്ന് ആരാടാ വാങ്ങിച്ചെങ്കിൽ ഭയങ്കര മണ്ടനാണ് കാര്യം പറയാല്. നോട്ട് വർത്തി നോട്ട് വർത്തി. ചെറിയൊരു തട്ട് കട്ടിയല്ലേ ഫ്രണ്ട്, അത് പറഞ്ഞു വഴിക്കാണ്. അത് കുഴപ്പമില്ല, അത് എനിക്കല്ല, അത് വലിയ കുഴപ്പമില്ല. നോക്കാം, സെറ്റാക്കാം. ആരും വാങ്ങിച്ചില്ല, നമുക്ക് പോണ വഴിയിലാണ് സെറ്റാക്കി എടുക്കാം. ട്രേഡിങ് ഈസ് ടു മച്ച് പേഷ്യൻസ്. ഇതൊന്നും ആരും വാങ്ങണ ഒരു ലക്ഷണം ഇല്ലാത്ത റൂമുകളാണ് കേട്ടോ. അതെന്ത് മയില്. രാശി ഇതെന്ത് 10 ബ്രോ. ഇവനൊക്കെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഓരോ കുണ്ണ. അവൻ്റെ സെറ്റ് 7 lakh. ചേട്ടാ നോക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ വേറെ റൂമിൽ കയറില്ല. ഈ റൂം ചില റൂമിൻ്റെ കൂടെ ഇതിൽ ഒട്ടയാണ്ടാ. ഞാൻ കാര്യം പറയില്ല. ചില റൂമെന്ന് വെച്ചാൽ ടോപ്പ് ഐറ്റങ്ങളാണ്, കാര്യം പറയാല്ലേ. സത്യം എന്തെങ്കിലും പറയാം. ചില റൂമൊക്കെ എന്ന് വെച്ചാൽ ആ ലെവൽ സാധനങ്ങളാണ്. ഇത് പക്ഷെ ചിലത് അങ്ങനെയല്ല, നമുക്ക് ഇത് കിട്ടാനില്ല. വേറെ റൂമിൽ കയറാം. വേറെ സമയങ്ങളിൽ തന്നെ ഇങ്ങോട്ട് റിപ്പയർ നേരത്തെ ഇടിച്ചല്ലേ, അപ്പോൾ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഓക്കെ റിപ്പയർ ആയി. തണ്ടി ഞാൻ അവിടെ തട്ടി. ഈ ലൊട്ട കൺട്രോൾ ചെയ്യത്തിപ്പാടുണ്ട് കേട്ടാ. അച്ഛൻ്റെ ലാഗ് അവൻ്റെ. പേടിച്ചാൽ ചേട്ടി കാര്യം പറയാൻ. അങ്ങോട്ട് കയറാം. അടി ഇവിടെ ഒന്നും ആരും ഇല്ലടാ. ഇതൊക്കെ എന്ത് റൂമടാ. ശരി, ഇതൊന്നും എനിക്ക് ഈ റൂം ഒട്ടും ഇതിനെക്കാലം നേരത്തെ റൂമായിരുന്നടാ. ഇതിനെക്കാലം കണ്ടത് എല്ലാവരും ചെതറി കിടക്കാൻ ട്രൈ റൂമൊക്കെ. ഇവിടുന്ന് ഒരുത്തൻ പോലും ഇല്ലടാ. നോക്കട്ടെ, ഞാൻ ചോദിച്ചോക്കട്ടെ ആരെങ്കിലും വായിച്ചാലേ. കയറി ഉടനെ ഇറങ്ങി പോകണ്ട.
7 lakh. പോർഷെ ലീമി സി ഇലെക്സ് ഓക്കെ ട്രേഡാ എന്ത് സാധനം? അവന്മാർ അവിടെ ട്രേഡ് ചെയ്യണം ലൊട്ടകൾ. അവന്മാരവിടെ ലൊട്ട സംസാരിക്കണം. ഞാൻ ഇവിടെ ട്രേഡ് ചെയ്യാൻ ഇവിടെ ഞാൻ മതിക്കപ്പോൾ ഇതിലോട്ട അടിക്കരുത്. ചേട്ടേ വാട്ട് ചാറ്റിത് ലൊട്ട നിൽക്കേ. ഇവിടെ ആരും ഇല്ലടാ. എനിക്ക് ഏതൊരുത്തം വരണം. ലാസ്റ്റ് ഇനി വൺ ഈ ട്രേഡ് ചെയ്യേണ്ട കറക്റ്റ് 2500 HP ലോട്ടേനെ വണ്ടിക്ക്. ഡേ മണിയസ്റ്റില്ല ജിങ്ങായി കള്ളായി എന്താ കിങ്ങാ. എടാ വെനസ്ഡേയും മണിയസ്റ്റിലവനും ചേട്ടി ഇതെന്തിലൊട്ടാ. യോ ബ്രോ യു വാണ്ട് മൈ കാറിന് വയ്ക്കാം. യു വാണ്ട് ബ്രോ വാട്ട് yo bro you want my car bro yo bro let's go bro bro. എഞ്ചിൻ ഓണാണല്ലോ. ഇത് ഓടിക്കാൻ പറ്റണല്ലോ എൻ്റെ വണ്ടി. ഓ സോറി ഇതായിരുന്നല്ലേ. ഇപ്പൊ ആരോടിക്കണ? എടാ ഞാനല്ല ഓടിക്കണ. എടാ എന്തരാ അത് എന്തരാ? എടാ ബഗ്ഗേച്ചാരെ കണ്ടല്ല, ഞാൻ ഒന്നും ചെയ്തില്ലേ. പാവപ്പെട്ടവൻ്റെ വണ്ടി പോണ്. വേണ്ട അവൻ്റെ വണ്ടിയല്ലേ പോണ്. എടാ ഞാനല്ലേ സോറി ഏട്ടാ പണിയേസ്റ്റിലണ്ണ. അയ്യോ എടാ അതെന്താ വണ്ടി? എടാ എന്തരാ ഇററാണേ കാണിച്ചല്ല. നമ്മളെ പറയല്ലേ, നമ്മളല്ലേ. ജസ്റ്റ് ഒന്ന് പവർ എത്രയെന്ന് അറിയാൻ ഓടിക്കാൻ നോക്കിയാണ്. അപ്പോഴത്തേക്ക് അതിലൊട്ട. എടാ എൻ്റെ കാറാ. ഈ റൂമേ ശരിയല്ലേ, ഇവിടെ നിന്ന് ഇറങ്ങാം. എടാ ഈ വണ്ടി ട്രേഡിംഗ് ആണ് നെക്സ്റ്റ് പരിപാടി കേട്ടോ. അത് ഇന്നത്തെ ലൈവ് നടന്നില്ലേ നാളത്തെ ലൈവ് നോക്കാം കേട്ടോ. കാര്യം പറയല്ല. കാരണം ഈ വണ്ടി ട്രേഡ് ചെയ്യണം ഇത്തിരി അത്യാവശ്യമായിട്ട് നിൽക്കുകയാണ്. ഈ വണ്ടി ട്രേഡ് ചെയ്താലും എനിക്ക് അടുത്ത വണ്ടി വാങ്ങിക്കാൻ പറ്റും. ഇവിടെ സ്ലോട്ട് കുറവല്ലേ. അല്ല ഒരു സ്ലോട്ട് ഉണ്ട്, എന്നാലും ഇത് വിൽക്കണം. എൻ്റെ വ്യാൻ അവിടെ സെറ്റാണ്, അത് വേറെ സീനൊന്നുമില്ല. മൾട്ടിപ്ലെയർ കൂടെ കയറി റൂമൊക്കെ അത്ര ലൊട്ട. അതാണ് പിന്നെ ആകുന്നേ. ഇതിലെങ്കിലും ആൾക്കാർ വാങ്ങിക്കണ മൈൻഡ് സെറ്റിലുള്ള അവന്മാരായ ഈ വണ്ടി ഇത് കൺട്രോളിങ് പാട്. പിന്നെ ഞാൻ അങ്ങനെ മെയിനായിട്ട് ഓടിക്കണം അങ്ങനെ ഒരു ഇതിലുള്ള എല്ലാം കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ
ഇതിൽ വേറെ ഒന്നും പോയി നോക്കാത്ത. എല്ലാവരും പുറത്തോട്ട് പോകാം. ഇത് വാങ്ങിക്കണ ലക്ഷണം ഇല്ലടാ ഈ വണ്ടിയൊന്നും, വണ്ടിയിൽ ഈ റൂമൊന്നും. Anyone want 7 LAK അല്ലേ? ലാക്സ് 7 lakhs. എന്തിന് വൂവർ സെൽസ് ഐ ഹാവ് 30 million. പൈസക്കാരാ. 88 ലക്ഷം അത് എവിടെ നിന്ന്? അല്ല 82 തന്നെ. ടെൽ മീ. എടാ 7 ലാഖിന് 7 ലാഖ് എന്നല്ലേ? 7 ലാഖ് തന്നെ. 7 ലാഖിന് ഇവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. ബട്ട് നോ വൺ കംഡ് ചാറ്റ്. ഇവിടെ വന്നിട്ടില്ല. കമ്മിട് എത്ര വന്നില്ല. ഇരിപ്പോൾ ഫോണ് സീനായനെ. എടാ ഈ വാണ്ടിത് വാണ്ടോർ നോ ബ്രോ. ടെൽ മീ ബ്രോ. എന്തൊരു OS എന്നാ അവൻ്റെ വണ്ടി 2100 HP ടാ ബ്രോ. KSS OS. ഡു യു ഹാവ് എ BMW M4 Pro OS? അതാണ് GT3 RS ആൻഡ് മൈ RS7. ലെറ്റ്സ് ഗോ ചാറ്റ്. നോക്കാം. എടാ എനിക്കിനി തോന്നിച്ചതിൻ്റെ ഓണർ ഉണ്ടല്ല, അവന് ഈ വണ്ടി വിൽക്കാനേ പറ്റില്ലെന്ന അവസ്ഥയായതുകൊണ്ടാണെന്ന് ഞാൻ എനിക്ക് കൊണ്ട് വിറ്റാൽ ഇതൊരുത്തിന് വാങ്ങൂലേ എന്തോ കാര്യം പറയാല്ല. നോക്കാം ശരി, നോക്കാം. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട, നോക്കാം. കയറണ റൂമൊന്നും അത്രയ്ക്ക് ഇതില്ലടാ കാര്യം പറയില്ല. ആൾക്കാർ ഇവിടെ നിന്ന് കണ്ട ചെതറിയൊക്കെയാണ് കിടക്കണം. കണ്ട ഇവിടെയൊക്കെ ആയിട്ട് ആരൊക്കെ പോയി കിടക്കണം, എവിടെയൊക്കെ ആൾക്കാർ പോയി കിടക്കുന്നു, ഇതില്ല. ഇവിടുന്ന് ആൾക്കാർ വന്ന് നോക്കണ പോലില്ല. ചില റൂം കണ്ടിട്ടുണ്ട്, ചില റൂം വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ നോക്കും, ട്രെയിൻ ഇട്ടേക്കുമ്പോൾ കാർ വന്ന് നോക്കും, മനസ്സിലായില്ല? കാർ വന്ന് നോക്കും, ഓരോ കാറും ഏത് എന്ന രീതിയിൽ വന്ന് നോക്കൂടാ. അങ്ങനെയുള്ളവന്മാരുണ്ടാ. അതാണ് റൂം, യഥാർത്ഥ റൂം. ഇതല്ല. ഇതൊക്കെ ആൾക്കാർ ജസ്റ്റ് ഒരു കാർ ഓടിക്കണം, വന്ന് നോക്കണം, പോകണം, അങ്ങനെയാണ്. വാങ്ങിക്കണമെന്ന രീതിയിൽ അങ്ങനെ നിന്നിട്ടില്ല. വെയിറ്റ്. കാറുണ്ട് എന്നെ കിട്ടിയിട്ട് കുറച്ച് നേരമായി കാറിൻ്റെ കൈ കിട്ടിയിട്ട്. നോക്കാം. എന്തായാലും നമ്മൾ നോക്കുമല്ലേ. നോക്കാം. എന്തൊരു സുബാറു ഇംബസറ വാക്സ് ടിഐ. എന്തായാലും മലയാളിയല്ല. അതെൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് തട്ടിയിരിക്കണടാ. ലൊട്ട, ഞാൻ ശ്രദ്ധിച്ചില്ല. ആൾക്കാരിപ്പോൾ ട്രെയിനിന് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു എന്തൊരു പറയാ, ഇപ്പം ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ കേട്ടാ. അവിടെ ഇപ്പം കൂടുതൽ പേര് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടേ. നോക്കാം. കാരണം ആൾക്കാർ നോക്കണുണ്ട്.
നോക്കട്ടെ, ഇനി ചോദിച്ചു നോക്കാം. മൈ കാർ $7 lakh. ഇപ്പം കൂടുതൽ പേരിങ്ങോട്ട് വന്നടാ. ഇപ്പോഴാണ് ശരിയായി, ഇപ്പോഴാണ് അത്യാവശ്യം നന്നായടാ. നേരത്തെ കുറച്ച് പേരുള്ളായിരുന്നു, ഇപ്പോൾ കണ്ട കുറേ പേര് വന്നിട്ടുണ്ടേ. ഇനി നോക്കാം ചാറ്റേ. ട്രൈന റൈസ് ബ്രോ, ഇവനൊക്കെ കുണ്ണയ്ക്കൊക്കെ എന്താണ് കോയിൻ സ്വാപ്പാ? എടാ കോയിൻ സ്വാപ്പ് ചെയ്യാൻ പറ്റാ? എന്നിട്ട് കോയിൻ എടുക്കാൻ പറ്റൂടാ? ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും എടുത്ത് എടുക്കട്ടെ, ഫെഡ് എടുക്കട്ടെ. സെൻഡ് മണി, പ്രൊഫൈൽ മെസ്സേജ്, കാർ എക്സ്ചേഞ്ച്, സെൽ കാർ. റോസാ ഇതാര്? ആൾക്കാർ ഇങ്ങോട്ട് വരണല്ലടാ, എല്ലാവരും അവിടെ നിൽക്കണേ ഉള്ളു. ഇടയ്ക്ക് ഈ കാർ നീ ആരും വാങ്ങൂലടാ. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നോക്കാം, മനസ്സിലായില്ലേ? കാറൊക്കെ എന്തായാലും ആൾക്കാരൊക്കെ വാങ്ങും. നമ്മൾ അങ്ങനെ ലൊട്ട അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല. കാറൊക്കെ എന്തായാലും ഒരു പ്രതീക്ഷിക്കണം, പ്രതീക്ഷ അതാണില്ല. ഹോപ്പ്. $1 എടാ ശരി, എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഏതാ വാങ്ങിച്ച്. എടാ 1 സെക്കൻഡ് ഞാൻ വൈകിപ്പോയടാ. 1 സെക്കൻഡ് ഞാൻ വൈകിപ്പോയടാ. ശേ, അതെന്ത് വലിയ മിസ്റ്റേക്കായി പോയി. ശേ, ചാറ്റ് എൻ്റെ മിസ്സായി പോടാ. ശണ്ടി ബ്രോ. anyone want my car or not? 7 lakhs. ഈ വണ്ടി എന്താ കൊള്ളത്തില്ലടാ. എനിക്കത് കുറച്ചൊക്കെ കസ്റ്റം ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ മോഡിഫൈ. ഈ കാറായതുകൊണ്ട് ഇനി ഇഷ്ടമല്ലാത്തതാണ് എന്തോ, മനസ്സിലായില്ലേ? ഇത് തുടക്കത്തെ കാറല്ലേ, ഇതങ്ങനെ എല്ലാവർക്കും പിടിക്കൂല, അതാണ്. ലക്ഷണം കാണില്ല ചാറ്റേ. ഈ കാർ ഈ അടുത്തൊന്നും ആരും വാങ്ങണം. നോക്കാം. കാർ ലോക്കല്ലേ, ആൾക്കാരകത്ത് ഇറങ്ങി പോകണടാ. 20 ഇതാ ചൈനക്കാരന്. എനിക്കൊന്ന് ഇറങ്ങിയിട്ട് വേറെ റൂമിൽ കയറാം. ഓക്കെ, വരണുണ്ട്. ഈ വണ്ടിയൊക്കെ എന്തായാലും വിറ്റിരിക്കും ചേട്ടൻ. ഇതൊന്നും നഷ്ടമൊന്നും ആവൂല അങ്ങനെ. അത്രയ്ക്ക് ലൊട്ട എന്തായാലും നടക്കാൻ പോണില്ല. ഇതിപ്പോൾ എത്ര 5-6 റൂം നമ്മൾ കയറിയില്ലടാ. ആരും ഒരു വണ്ടി വിൽക്കാൻ വേണ്ടി കേട്ടാ. വണ്ടി വിൽക്കണതും ഇതാണ്, കുറച്ച് വണ്ടി വിൽക്കണത് ഒത്തിരി ഇതാണ്. ഇവിടെ ഭയങ്കരമായിട്ട് പൊട്ടണുണ്ട് കേട്ടല്ലേ. സ്പീഡിൻ്റെ അല്ല, നല്ല രീതിയിൽ പൊട്ടണുണ്ട് ഈ വണ്ടി. ടർബോയിലവൻ സെറ്റാക്കി വെച്ചേക്കണം.
ഇവിടെ എത്തുമ്പോഴാണ് ലാഗ് അടിക്കണം. അതെങ്കിലും കുണ്ണ അവിടെ ലൈറ്റും കുണ്ണ എടുത്തിട്ടേക്കണതിൻ്റെ ഇതാണ്. ഈ റൂമും കണ്ടിച്ച് വലിയതൊന്നും തോന്നല്ല. എടാ എന്ത് സംഭവിച്ചേടാ? ലാഗാണെന്ന് തോന്നുന്നു കേട്ടാ. ചേട്ടാ അപരാധി ലാഗ്. ഞാൻ തിരികെ